രാജവാഴ്ചയ്ക്കും കല്ലെ പിളർക്കുന്ന കൽപ്പനകൾക്കും കാലം പണ്ടേ തിരശീല വീഴ്ത്തിക്കഴിഞ്ഞു. എന്നിട്ടും ആ പഴങ്കഥകളിലെ മണ്ണടിഞ്ഞ നായകന്മാർ വീണ്ടും പുനർജനിച്ച് പലയിടത്തും അംഗം കുറിക്കുന്നു. അവരുടെ മനസ്സിലെ ചതിയുടെയും കുടിപ്പകയുടെയും നെറുകേടിന്റെയും ഒക്കെ കണക്കൂട്ടലിന് പുത്തൻ ചലച്ചിത്ര ഭാഷ രാജകീയം. வண்டிக்கட்டி வாராண்டி தெற்கு தீ நாட்டுக்காரன் அம்மானத்த பாட்டு கட்டி வந்தாண்டி தெம்மாக்கு பாட்டுக்காரன் புது புதுசா விதவிதமா புது புதுசா விதவிதமா ஒரு பாட்டு கட்டி பாட போறேன். வாடிப்பட்டி வண்டி கட்டி வாராண்டி தெற்கு தீ நாட்டுக்காரன் மனச பாட்டு கட்டி வந்தாண்டி தெம்மாங்கு பாட்டுக்காரன். ஆத்தாடி ஒன்னத்தான் அரசாள வந்தேண்டி மனவீசு நெஞ்சிக்குள்ள என் பேர சேர்த்துக்க சரியான ஜோடின்னு பூச்சூடி பார்த்துக்க ஒளி வீசும் காலம் வண்ண பல வீசும் பாடிக்குள்ள புது பாத போட்டு வச்சு வரவேற்கும் மாசம் உள்ள வாடிப்பட்டி வண்டி கட்டி வாராண்டி தெற்கு தீ நாட்டுக்காரன் மனச பாட்டு கட்டி வந்தாண்டி தெம்மாங்கு பாட்டுக்காரன். ചെറുതോടി കടവത്ത് പുതുകാൽ പാടലിയുന്നു അകലത്താച്ചമ്മാനം പൂച്ചൂടി ചമയുന്നു അകലത്താച്ചമ്മാനം പൂച്ചൂടി ചമയുന്നു വാകേറിയ ദൈവം താൻ ഇര നൽകും തത്തമ്മേ ആകാശം മേൽക്കൂര തളരരുതേ തത്തമ്മേ പാലക്കാടൻ കാറ്റു ചൊല്ലി ഞാറ്റുവേല ഇനി വൈകുമമ്മേ ആറ്റുനോറ്റ് പാടം താണ്ടി പോവതിങ്ങോട്ടു നീ എൻ തത്തമ്മേ വഴിയകലെ വെയിലധികം വഴിയകലെ വെയിലധികം തണലിവിടം തത്തമ്മേ പാലക്കാടൻ കാറ്റു ചൊല്ലി ഞാറ്റുവേല ഇനി വൈകുമമ്മേ.
ഇപ്പൊ എങ്ങനെയുണ്ട്? വിശപ്പ് തോന്നുന്നുണ്ടോ? ഇന്നലെ ഇത്തിരി പാൽക്കഞ്ഞി കുടിച്ചു. പതിവ് തെറ്റിച്ച് 2 കിണ്ണം കൂടുതൽ. കിടപ്പ് തന്നെ ആയതുകൊണ്ട് ശരീരം ചൂടാകാണ്ട് നോക്കണം. തണുത്ത ആഹാര പ്രധാനം. കിട്ടുണ്ണിയെ ഇതങ്ങോട്ട് എടുത്തോളൂ. പറയണതിൽ മുഷ്കില് തോന്നരുത്. ഈ ചികിത്സ തുടർന്നതിൽ വിശ്വാസം നശിച്ചിരിക്കണു എനിക്ക്. വൈദ്യര് പറഞ്ഞു വരുന്നത് ഭയപ്പെടാനൊന്നുമില്ല. ചികിത്സാവിധികളൊന്ന് മാറ്റി പരീക്ഷിച്ചാലോ എന്നൊരു ആലോചന. അങ്ങ് വടക്കേ ഇന്ത്യയില് ആചാര്യനായിട്ട് ഞാൻ മനസ്സിൽ കാണുന്ന ഒരാളുണ്ട്. താല്പര്യം അച്ഛാ വിലാസം തരാം. വൈദ്യരുടെ തീരുമാനം അതാച്ചാൽ അങ്ങനെ ആയിക്കോട്ടെ. താമസം നാളെ എങ്കിൽ നാളെ തന്നെ. ഈ യാത്ര കൊണ്ട് അമരത്വം കിട്ടിയാൽ പോലും ഗായത്രി പിരിഞ്ഞ് എങ്ങോട്ടും ഇല്ല ഞാൻ. ആ കുട്ടി എന്റെ വയറ്റിൽ പിറന്നല്ലായിരിക്കാം. എങ്കിലും ഒരമ്മയേക്കാൾ ഏറെ അവൾ എന്നെ സ്നേഹിക്കുന്നു. ഗായത്രി ഉണ്ടാവും നമ്മളോടൊപ്പം. തമ്പുരാൻ അധിക ദിവസം ഇവിടം വിട്ടു നിന്നാൽ നമ്മുടെ സ്ഥാപനങ്ങളുടെ കാര്യമെല്ലാം തകിടം മറിയും. കമലയ്ക്കും മോക്കും മുകളിലല്ലേ എനിക്ക് മറ്റൊന്നും. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തൽക്കാലം ഉത്തരവാദിത്വപ്പെട്ട ആരെയെങ്കിലും ഏൽപ്പിക്കണം. ഞാനൊരാളെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ആരാ അത്? കമലയുടെ ജ്യേഷ്ഠൻ രാജദേവവർമ്മൻ. തന്റെ കാര്യം പറഞ്ഞ് നാവ് എടുത്തതേ ഉള്ളൂ. 1001 വയസ്സ് ആയുസ്. ആയുസിൽ എനിക്ക് തീരെ കമ്പില്ല. അതെല്ലാം ഈശ്വരൻ കമലയ്ക്ക് കൊടുത്താൽ മതിയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഇവിടുത്തെ ചില ഉത്തരവാദിത്തങ്ങൾ തന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. അതിനുള്ള പ്രാപ്തി എനിക്കുണ്ടോ? തനിക്കില്ലെങ്കിൽ തന്നെ ഈശ്വരൻ തന്നോളൂ. പറഞ്ഞതിൻ പ്രകാരം പവർ ഓഫ് അറ്റോണി പത്രം തയ്യാറാക്കിയിട്ടുണ്ട്. എന്നാ പിന്നെ വായിക്കാമല്ലേ? പകർപ്പെടുത്തത് സീതാവതി ആവുമ്പോ എനിക്കൊരു വായിച്ചു കേൾക്കൽ ആവശ്യമില്ല. എനിക്ക് തന്നെ വിശ്വാസമാ. ഓ, എന്നാലും എല്ലാം വായിച്ചു കേട്ട ശേഷം തമ്പുരാനൊന്ന് അമർത്തി മൂളിയാൽ ഒരു തൃപ്തി. എല്ലാം പൂർണ്ണമായി എന്ന് എനിക്കൊരു തോന്നൽ. തന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ. വായിക്ക. 1995 മെയ് മാസം 27-ാം തീയതി കുങ്കുമക്കര വില്ലേജിൽ ചെങ്കല്ലൂർ ദേശത്ത് പൂമംഗലം തറവാട്ടിൽ ആനന്ദവർമ്മൻ മകൻ സ്വസ്ഥം 52 വയസ്സുള്ള ഭരതവർമ്മൻ മേൽപ്പടിയിൽ മേൽപ്പടിയാന്റെ ഭാര്യ സഹോദരനായ രാജദേവവർമ്മൻ പേർക്ക് എഴുതി കൊടുത്ത സർവമുക്തിയാർ ഉടമ്പടി എന്റെ പേരിലുള്ള സ്വയാർജിത സ്വത്തുക്കളെ കൈവശം വെച്ച് അനുഭവിക്കുന്നതിനും ദേഹണ്ണങ്ങൾ മുതലായവ ചെയ്യുന്നതിനും ക്രയവിക്രയ പൂർണ്ണാധികാരങ്ങൾ നൽകി മേപ്പടി രാജദേവവർമ്മനെ ഇന്നു മുതൽ ചുമതലപ്പെടുത്തിയിരിക്കുന്നതും. നിർത്തുക. ഈ ദേവഗ്രഹം ബംഗ്ലാവ് ഒഴികെ എന്ന് പ്രത്യേകം ഉൾപ്പെടുത്തണം. ഇത് ഗായത്രിയുടെ പേരിലാ. പൂവ് അങ്ങനെയാവാം. ഇന്നു മുതൽ ഈ രാജദേവവർമ്മന്റെ വാക്കുകളാവണം നിങ്ങൾ അനുസരിക്കേണ്ടത്. ബംഗ്ലാവ് വക സ്ഥാപനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും നൽകിയിട്ടുള്ള സേവനങ്ങളെ ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എല്ലാവരുടെയും നന്മയ്ക്കും വിജയത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇനി സ്വയം പരിചയപ്പെടുക. സർ, എന്റെ വേണ്ട, പേര് എനിക്കറിയാം. ലക്ഷ്മി ടീച്ചർ, ഗായത്രി സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ പ്രിൻസിപ്പൽ. സാർ, ഞാൻ നിങ്ങൾ മാധവൻ നായർ, ദേവഗ്രഹം ഗാർമെന്റ്സിന്റെ ജോയിന്റ് ഡയറക്ടർ. ഗീത, മാനേജർ, ഗായത്രി അഡ്വർടൈസേഴ്സ്. നിങ്ങൾ എല്ലാവരെയും എനിക്കറിയാം. വളരെ വിനയത്തോടുകൂടി നിങ്ങളുടെ മുൻപിൽ ഞാൻ എന്റെ ആദ്യത്തെ നിർദ്ദേശം വയ്ക്കുകയാണ്. വിദഗ്ധ ചികിത്സയ്ക്കായി നാളെ യാത്ര തിരിക്കുന്ന തമ്പുരാട്ടിക്കും കുടുംബത്തിനും നൽകുന്ന യാത്രയയപ്പിന് നിങ്ങൾ ഓരോരുത്തരും ഉണ്ടായിരിക്കണം. ഗായത്രി, എന്ത് പറ്റി നിനക്ക്? കൂടിനുള്ളിൽ അടച്ചിട്ടിരിക്കണ ഇവറ്റകളുടെ ശാപമാവും ചിലപ്പോ അമ്മ അനുഭവിക്കുന്ന എല്ലാ വേദനകളുടെയും കാരണം. സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ ആഹ്ലാദത്തിൽ നല്ലത് വരണേന്ന് ഇവയുടെ മനസ്സും പ്രാർത്ഥിക്കും. ആരുടെ പ്രാർത്ഥനയാ ഈശ്വരൻ എളുപ്പത്തിൽ കേൾക്കാന്ന് പറയാൻ കഴിയില്ലല്ലോ.
തരിത്ത ജനതരിത്ത കുക്കുന്തരിത്ത കിടതക തക്കടുക തകടുതോം അതക്കടുക തകടുതോം അതക്കടുക തകടുതോം. മലയാളമോ നിന്നെഞ്ചിൻ കരുണയോ കൊഞ്ചും മലയാളമോ നിന്നെഞ്ചിൻ കരുണയോ എന്നാവിനെ ആദ്യം നൽകിയതേതു പാൽക്കണി അമൃതം പറയൂ. പഴയൊരു ഗീതകം നീരുമതു നവഭാവുരം പാടാം പഴയൊരു ഗീതകം. നമ്മുടെ മ്യൂസിക് സ്കൂളിലെ ടീച്ചേഴ്സാ. തമ്പുരാട്ടി എളുപ്പം അസുഖം ഭേദമായി വരണം. ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. വിശേഷങ്ങളും വർത്താനവും ഒക്കെ വന്നിട്ടാവാം. രാഘുലത്തിന് മുമ്പേ പുറപ്പെടണം. നല്ലൊരു കാര്യത്തിനായിട്ട് ഇറങ്ങുമ്പോ കരഞ്ഞോണ്ട യാത്രയാവുക. ഒന്ന് വഴിമാറൂ, ഒന്ന് മാറൂ. താങ്ക് യു. അതെ, ഒന്നിലിടിച്ച മന്തി, ഇനി ഒന്നിൽ കടുവും മാങ്ങ അച്ചാർ. എന്തിനാ ഇത്രയും വർണ്ണിച്ചതെന്നറിയാവോ? തട്ടാതെ മുട്ടാതെ അങ്ങ് കൊണ്ടുപോകണം. അതിനാ ദാ പിടി. ശരി. അതെ, ആ ശകുനം വരാൻ ഏർപ്പാടാക്കിയിരുന്ന പുഷ്പാങ്കദൻ എവിടെ? മിസ്റ്റർ പുഷ്പാങ്കദൻ. കുറെ കാലമായിട്ട് വിചാരിക്കായിരുന്നു ഇതേലൊന്ന് മലർന്ന് കിടക്കണമെന്ന്. നിന്നോടാ പറഞ്ഞത്. കേട്ടു. ആ, ഇത് ആർക്ക് വേണ്ടിയിട്ടാ നീ വെറ്റില നാലും കൂട്ടി തയ്യാറാക്കുന്നത്? നിങ്ങൾക്ക്. അതിന് ഞാൻ മുറുക്കില്ലല്ലോ. മുറുക്കും. ഇനി തൊട്ട് മുറുക്കണം. അതാ തമ്പുരാക്കന്മാരുടെ ഒരു രീതി. അത് കൊള്ളാം. ഓരോ ഭാര്യമാര് ഭർത്താക്കന്മാരുടെ ദുശീലന്മാരെ കിട്ടാൻ വേണ്ടി അമ്പലത്തിൽ പോയി പട്ടിണി കിടക്കുന്നു. ഇവിടെ വേണ്ടൊരുത്തി ഇല്ലാത്ത ദുശീലം ഭർത്താവിന്റെ വേ കെട്ടിവെക്കുന്നു. ആ പിന്നെ മക്കളെ ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചോണ്ട് വരാൻ ഞാൻ വണ്ടി അയച്ചിട്ടുണ്ട്. ഇനി മുതൽ അവരിവിടെ താമസിച്ച് പഠിച്ചാ മതി. അത് നന്നായി. അവരിനി രാജകുമാരന്മാരും രാജകുമാരിയായി വളരട്ടെ. ഗോമതി, നീ അകത്തേക്ക് ഇല്ലേ? ആ ദേവഗ്രഹ അക്കൗണ്ടന്റ് വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സാർ. ആ, എന്താ കാര്യം? ഒരു ചെക്ക് സൈൻ ചെയ്യണമായിരുന്നു. നാളെ ബാങ്ക് ഹോളിഡേ. അത് കഴിഞ്ഞ സാലറി ഡേറ്റ് ആണ്. എത്ര എമൗണ്ട്? 50,000. ഒരു 50,000 കൂടി കൂട്ടി എഴുതിക്കോ. അത്രയും വലിയ എമൗണ്ട് ഇപ്പോ തൽക്കാലം ആവശ്യമില്ല. തനിക്ക് ആവശ്യമില്ല, പക്ഷേ എനിക്ക് ആവശ്യമുണ്ട്. സാർ, അത് ഞാൻ പറയുന്ന അനുസരിക്കാമെങ്കിൽ മാത്രം താൻ ഇവിടെ തുടർന്നാ മതി. മനസ്സിലായില്ലേ? എടോ, തന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടുകൊണ്ടുള്ള പേപ്പർ കൈ കിട്ടുമ്പോ തനിക്ക് മനസ്സിലാവും. എങ്ങനെയുണ്ട് മക്കളെ കൊട്ടാരം? ഇവിടെയാണോ ഇനി നമ്മൾ താമസിക്കാൻ പോകുന്നത്? അതേലോ. മക്കൾക്ക് ഇഷ്ടമായോ? ഒരുപാട് ഇഷ്ടായി. പക്ഷെ എപ്പോഴും നമ്മൾ ഇവിടുന്ന് പോയേണ്ടി വരിക? വാ തുറന്ന് അശ്രീകരൊന്നും പറയണ്ട. ഒക്കെ വീക്ക് വെച്ചേരും ഞാൻ. വളരെ മുമ്പ് ഒരിക്കൽ കണ്ട ഓർമ്മയുള്ളൂ. എങ്കിലും ദേവഗ്രഹത്തിന്റെ മുഖഛായ വല്ലാതങ്ങ് മാറിപ്പോയി. പണത്തിന് മേൽ പണം വന്നപ്പോൾ തമ്പ്രൻ അതങ്ങ് പരിഷ്കരിച്ചു. മുൻവശം മാത്രം. പക്ഷെ ആ പഴയ കോട്ടയും കോട്ടവാതിലും എല്ലാം അതുപോലുണ്ട്. അതിനൊന്നും യാതൊരു മാറ്റം വന്നിട്ടില്ല. അല്ല, ഇത് ആരൊക്കെയാ വരുന്നേ? വാ വാ. ദേ, ഈ പെട്ടിയും കിടക്കൊന്നും നിങ്ങൾ എടുക്കണ്ട. ഇവിടെ ഓരോ മുക്കിന് നോക്കി വിളിച്ചാലും ബാല്യക്കാരെത്തും. സ്നേഹപ്രഭേ, പുഷ്പാങ്കത. അയ്യോ, അടുത്ത ഭണ്ഡാരങ്ങളെല്ലാം എത്തിയിട്ടുണ്ട്. ഈ തറവാട് കുട്ടിച്ചോറാക്കാതെ ഇവര് പോകുന്ന ലക്ഷണമില്ല. ഓ, എന്റെ കൈ ധരിക്കുന്നു. എന്താ പോയി മെഴുകുരുട്ടി മെഴുക്കുണ്ടാക്കുന്ന നിന്റെ മാതാമനെ ആ, ഇതൊക്കെ മുകളിലത്തെ മുറി കൊണ്ട് ഈ ലഗേജ് ഒക്കെയോ? അയ്യോ, ഞാൻ ഹോം സയൻസ് പഠിച്ച് ചോടെടുക്കാനല്ല. മിസ്റ്റർ പുഷ്പാങ്കരൻ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. ഞാൻ ഈ സൈസ് എടുക്കാറില്ല. തന്നെ താങ്ങ് എടുത്താ മതി. വന്ന കാലത്തിന് നിൽക്ക. എല്ലാവരും ഇങ്ങോട്ട് ഇരിക്കേ. കുട്ടികളൊക്കെ എന്തിയാ ചേച്ചി? ഗോവിന്ദ്, അമൃത,
ആ പറയടാ ഗിരി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകുന്നു ചേച്ചി. അത് മതിയോ ചേട്ടത്തി? പിന്നെ ഞാൻ ഈ മനുഷ്യനോട് പറഞ്ഞത് ചേക്കൻ ഇപ്പോൾ സഹായത്തിനൊരാൾ അത്യാവശ്യമാണ്, അതുകൊണ്ട് അങ്ങോട്ട് പോകാമെന്ന്. അതെന്തായാലും നന്നായി. ആ എപ്പോ എത്തിയടാ മക്കളെ? ഇന്നലെ. ഹലോ. അരവിന്ദ് എവിടെ? ബോംബെന്ന് ചേട്ടൻ വന്നിട്ടില്ല. അളിയനെ കണ്ടില്ലല്ലോ. ഉത്തരവാദിത്വങ്ങൾ ഇപ്പൊ ചില്ലറയാണോ? എന്തോ കാര്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാ, ഇപ്പഴിങ്ങെത്തും. ഇത് നിന്റെ അനിയൻ വിഷ്ണു അല്ലേ? അതെ. ആള് പഴയതിനേക്കാളും ക്ഷീണിച്ചു പോയി. ക്ഷീണിച്ചാൽ എന്താ, അങ്കിള് വലിയൊരു അത്ലറ്റ് അല്ലേ? പിന്നെ സ്ഥാനമാനങ്ങൾ കൂടുമ്പോ ശത്രുക്കൾ ഉണ്ടാകും, അതുകൊണ്ട് ഏട്ടന്റെ ഒരു ബലത്തിന് വന്നതാ. മാഡം മാക്സിം മറീന ഗോൾസാൽസിന്റെ കുക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡിഗ്രി എടുത്ത എന്നെ തന്നെ കുക്കായി കിട്ടിയത് ഇവിടെ ഉള്ളവരുടെ ഭാഗ്യം. അല്ലെങ്കിൽ ഇവിടേക്ക് വലിഞ്ഞേറി വരുന്ന ഈ 108 എണ്ണത്തിനെ പോറ്റാൻ ഇവിടെ ഉള്ള ഒരു പാടുപെട്ടേനെ. ആ എന്തായാലും നോക്ക്. നന്നായിട്ട് വെന്തു. എന്നാലേ മിസ്റ്റർ പുഷ്പാന്ന് പുഷ്പം പോലെ ഇങ്ങ് താഴോട്ടിറങ്ങ. ഞാൻ ഈ സ്റ്റൗ ഒന്ന് ഓഫാക്കട്ടെ. പുട്ടല്ല, എന്റെ കയ്യാ വന്നത്. എന്നാ കണക്കായി പോയി. ഓ ഇങ്ങനെ എടുത്തനെയാണല്ലോ എനിക്ക് അസിസ്റ്റന്റായി കിട്ടിയത്. എന്റെ കുറച്ചു നേരം വേണ്ട എനിക്ക് ചൊറിഞ്ഞോണ്ട് വരുന്നു. ഞാൻ ആരുടെ അസിസ്റ്റന്റ് അല്ല, പിന്നെ ആരാ ഹെൽപ്പറോ? ഞാൻ ഈ വീട്ടിൽ ആജീവനാന്ത കുക്കറാണ്. നീ ഏതോ ചക്കടാച്ചി മതാമരെ വീട്ടിൽ പോയി വേലക്ക് നിന്നിട്ട് ഹോം സയൻസ് പാസ്സായെന്ന് പറഞ്ഞ് ഇവിടെ കയറി ഷൈൻ ചെയ്യുന്നത് എന്റെ മേക്കിട്ട് കയറാനാണെങ്കിൽ ഞാൻ ആ മുഖത്ത് കഞ്ചോളം പോലും. എന്റെ മറാമയെ മാത്രം പറയരുത്. അവരായിരുന്നു നിന്റെ അമ്മ. അല്ല അമ്മായിയമ്മ. എടോ പ്രിൻസിപ്പൽ ഓഫ് കുക്കിംഗ് മെത്തേഡ് തിയറി ആൻഡ് പ്രാക്ടിക്കൽ എന്ന ബുക്ക് 7 പ്രാവശ്യം പഠിച്ചിട്ട് കുക്കിംഗ് ഡിപ്ലോമ എടുത്തിട്ട് വന്നവളായി ഞാൻ. ഒരു പുസ്തകം പഠിച്ച് പാസ്സാവാൻ 1 പ്രാവശ്യം മതി. നീ 7 പ്രാവശ്യം എടുത്തെങ്കിൽ തോറ്റ് അവസാനം കാശ് കൊടുത്ത് പാസ്സായതാ. എന്റെ തിയറിയെ കുറിച്ചും കുക്കിംഗ് മെത്തേഡിനെ കുറിച്ചും മാത്രം പറയരുത്. പറഞ്ഞാ നീ എന്ത് ചെയ്യും? പറഞ്ഞാലോ? പറഞ്ഞ ഒരു മിനിറ്റ്, ഒന്ന് വാ. ഒരു മിനിറ്റ്. ഇതെന്താ ചേച്ചി സായിപ്പന്മാരെ ബംഗ്ലാവിലേതുപോലെ ആഹാരത്തിന് സമയം ഒരു മണിയരി? ഇതാ ജോലിക്കാരി സ്നേഹപ്രഭയുടെ പരിഷ്കാരങ്ങളാ. ഏതോ ഒരു മദാമ്മയുടെ സ്കൂളിൽ നിന്ന് അവള് പാചകമൊക്കെ പഠിച്ചത്. ആ അതിരിക്കട്ടെ, ഇന്നലെ എപ്പോഴാ അളിയൻ വന്നത്? പാതിരായി കാണും. അയ്യോ ഇതെന്ത് വലിയ പുട്ടാ. ആ ജോലിക്കാരുടെ പണിയാണെന്ന് പറഞ്ഞില്ലേ? ആ എന്നാൽ ഇനി നിങ്ങളിരുന്ന് ഭക്ഷണം കഴിക്കേ. അളിയൻ കൂടെ വരട്ടെ. ഇന്നലെ എത്തിയല്ലേ? അതെ. എങ്ങനെ അറിഞ്ഞു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? ഇരിക്കെ. ഇവിടെ ഒരു വിശേഷം നടന്നാൽ അതറിയാൻ ഞങ്ങൾക്ക് അധികം നേരം വേണോ? കല്യാണത്തിന് ജാതകം നോക്കുമ്പോ അന്നേ ജോത്സ്യര് പറഞ്ഞിരുന്നു അളിയനൊരു രാജയോഗം കിടപ്പുണ്ടെന്ന്. ഈ യോഗം ഒരുത്തനും ഞാൻ പങ്കുവയ്ക്കില്ല. കൊള്ളാം, നിങ്ങളെല്ലാവരും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉണ്ട ചോറിന് നന്ദിയുള്ളവരാ. മാസം 2ആയി ഞാനിവിടെ അധികാരമേറ്റിട്ട്. ഇനി ആ ഫോട്ടോ ഇവിടെ വേണ്ട. ഇവിടുത്തെ സർവാധികാരി ഇപ്പൊ ഞാനാ. ഇന്ന് തന്നെ എന്റെ ഫോട്ടോ അവിടെ തൂക്കണം. കയ്യോടെ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പൊ തന്നെ നടത്തുന്ന അതിന്റെ ശരി. ആരാ വരുന്നേ നോക്കി. എല്ലാരും കൂടെ ദൂരെ എങ്ങോട്ടോ പോയിരിക്കുക. ഞങ്ങളും വയലേക്കാരേ ഉള്ളൂ. ഗായത്രി ചേച്ചിയുടെ അമ്മ എവിടെ? നിന്ദാനം മറയുമോ, നിന്നോർമകൾ പൊലിയുമോ? നിന്ദാനം മറയുമോ, നിന്നോർമകൾ പൊലിയുമോ? ഈ ഭൂമിയെ ആദ്യം തഴുകിയ ദേവകിരണ തരംഗമാണമ്മ. നാട് കാണാൻ ഒരുമിച്ചിറങ്ങി ഒടുവിൽ ഒറ്റയ്ക്ക് വീട്ടിലെത്തി ഇണപിരിയാത്ത ചങ്ങാതിമാരുടെ കഥ കുട്ടിക്കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോ അതിലൊറ്റപ്പെട്ട ചങ്ങാതിയെ പോലെ ആയിരിക്കുന്നു ഞാൻ. അമ്മയില്ലാത്ത ഇവളുടെ കാര്യം ആലോചിക്കുമ്പോഴാ. ഞങ്ങൾ ഇവിടെ ഉള്ളിടത്തോളം കാലം ഒരിക്കലും ഗായത്രിക്ക് അനാഥയാണെന്നൊരു തോന്നലുണ്ടാവില്ല. എന്തായാലും ഈ കാണിച്ചത് കൊടുംചതിയായി പോയി. പെങ്ങളുടെ മുഖം ഒരു നോക്ക് കാണാൻ പോലും അനുവദിക്കാതെ. സമ്മതിച്ചു, തെറ്റെന്റെ ഭാഗത്താ. ഇവിടുന്ന് യാത്ര തിരിക്കുമ്പോ എത്രയും വേഗം മടങ്ങി വരാനാവണേ എന്ന പ്രാർത്ഥനയായിരുന്നു കമലാഭായിയുടെ മനസ്സ് നിറയെ.
ആ കമലയുടെ തന്നെ നീലിച്ച ചലനമറ്റ ശരീരവും കൊണ്ട് 2 രാത്രി 1 പകലും നീണ്ട മടക്കയാത്ര മനസ്സനുവദിച്ചില്ല. ഈ നാട്ടിൽ ഇപ്പൊ വിമാനമൊക്കെ ഓടുന്നുണ്ട്. ഇല്ലെങ്കിൽ തന്നെ ഒന്ന് ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വന്നേനല്ലോ. ആ ബുദ്ധിയൊന്നും തോന്നിയില്ല നേരത്ത്. കമല മരിച്ചതുകൊണ്ട് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും ഞാൻ 3 ദിവസത്തെ അവധി ഡിക്ലെയർ ചെയ്തിരുന്നതാ. പിന്നെ ഇത് എന്തു പറ്റി? രാജദേവൻ, ഇന്നു മുതൽ 3 ദിവസത്തേക്ക് എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി നൽകണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുവ്. പക്ഷെ വല്ലവരുടെ സ്ഥാപനത്തിന് അവധി നൽകാൻ നമുക്കാരും അധികാരം തന്നിട്ടില്ലല്ലോ. വല്ലവരുടെയും സ്ഥാപനം ഇങ്ങോട്ടാണ് എഴുന്നള്ളുന്നതെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാനത് അവിടെ വെച്ച് പറഞ്ഞേനെ. വായ്പ കുടിശ്ശികയുടെ പേരിൽ സേട്ടു നോട്ടീസിന്റെ പുറത്ത് നോട്ടീസ് അയച്ചപ്പോ ഞാനത് തലക്കൊഴിഞ്ഞ് അയാൾക്ക് എന്നെ വിട്ടുകൊടുത്തു. ബംഗ്ലാവിന്റെ അധികാരങ്ങൾ എന്നെ ഏൽപ്പിച്ച സ്ഥിതിക്ക് അതിന്റെ അന്തസ് കാത്തു സൂക്ഷിക്കേണ്ടത് എന്റെ ചുമതലയാണല്ലോ. ആ ബൈ ദ ബൈ, ഇത് സേട്ടുവിന്റെ മകൻ വിജയ് ശർമ്മ. ഹലോ, ഗ്ലാഡ് ടു മീറ്റ് യു. ഇത് എക്സ്പ്രോപ്രേറ്റർ. ദിവസം 40,000-ഓളം വരുമാനം ഉണ്ടായിരുന്ന എസ്റ്റേറ്റിൽ ഞാൻ പോയതിന്റെ അടുത്ത ദിവസം മുതൽ 16,000 രൂപ ലോസ് ആണെന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. ഓവർ സ്റ്റാഫ് തന്നെ അതിന് കാരണം. ഒഴിഞ്ഞ സിഗരറ്റ് കൂടിന്റെ കടലാസിൽ വരെ അപ്പോയിന്റ്മെന്റ് ഓർഡർ എടുത്തല്ലായിരുന്നോ? പല സ്ഥാപനങ്ങളിലായിട്ട് അകന്ന ബന്ധുക്കളെയും അവരുടെ ആശ്രിതരെയും വരെ നിയമിച്ചിട്ടുണ്ട്. ഈ ഗായത്രി സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ പേരിൽ 7 ലക്ഷം രൂപ ബാങ്ക് വായ്പ എടുത്തിരിക്കുന്നു. അതെന്തിനു വേണ്ടിയാ? കുറച്ച് പുതിയ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വാങ്ങുന്ന കാര്യം പറഞ്ഞാ അത് പാസ്സാക്കിയിട്ടുള്ളത്. അവിടൊന്നും കുറവുണ്ടായിരുന്നില്ലല്ലോ. വല്ലാത്ത ഭാരങ്ങളാണ് എന്നെ ഏൽപ്പിച്ചിട്ട് പോയി കളഞ്ഞത്. ഞാനായതുകൊണ്ട് ഒരുവിധം പിടിച്ചു നിന്നു. ആ ഭാരങ്ങൾ ഇനി മുതൽ ഞാൻ തന്നെ ചുമന്നോളാം. അതത്ര പെട്ടെന്നങ്ങ് തീരുമാനിച്ചാലോ? ഒന്ന് ആലോചിക്കണ്ടേ എനിക്കും? എന്താലോചിക്കാനാ ഉള്ളത്? പണ്ട് മുതലേ ആലോചനയുടെ കാര്യത്തിൽ തമ്പുരാൻ അല്പം പുറകോട്ടാ. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എന്തു ആലോചിക്കും, കുറഞ്ഞത് ഒരു 2 വട്ടമെങ്കിലും. ആലോചിച്ചും ചിന്തിച്ചു ഇപ്പൊ എന്നെ കൊണ്ട് എത്തിച്ചിരിക്കുന്ന ഒരു വലിയ കുഴിയുടെ വക്കത്താ മതി ഭരിച്ചത്. ഭരണനേട്ടം മുഴുവൻ താ ഇതിലുണ്ട്. ഓഹോ, അപ്പൊ ഇതെല്ലാം കണ്ടിട്ടുണ്ടായ വെളിപാടാണല്ലേ? സാരമില്ല. പാട്ടും കൂത്തുമായി നടന്നപ്പോ ആലോചിക്കണമായിരുന്നു. പണം കായ്ക്കുന്ന മരങ്ങളൊന്നും ബംഗ്ലാവിന്റെ പറമ്പിൽ പഴയ തമ്പുരാക്കന്മാർ വെച്ച് പിടിപ്പിച്ചിട്ടില്ലെന്ന്. അനാവശ്യം വെളിച്ചു തലേ അരിഞ്ഞിട്. ഞാൻ എഴുതിത്തന്ന പത്രം തിരിച്ചെഴുത്തരണം എന്റെ പേര്. വീണ് കിട്ടിയ സൗഭാഗ്യത്തിന് തമ്പുരാൻ കൽപ്പിച്ചു തന്നത് 6 മാസത്തെ ആയുസ്. അതുപോരാ, ഇപ്പൊ എല്ലാത്തിന്റെയും നാഥൻ ഞാനാണ്, സർവാധികാരി. അതിന്റെ ഡോക്യുമെന്റ്സ് വേറെയുണ്ട്. ഇത് കടലാസ്, വെറും കടലാസ്. എടാ, നിന്നെ വിശ്വസിച്ച ഞാൻ തമ്പുരാൻ ഉപദ്രവിക്കും. നിങ്ങളിപ്പോ അനുഭവിക്കുന്നത് മുഴുവൻ എന്റെ ഔദാര്യങ്ങളാ. ഇരിക്കുന്ന കഞ്ഞി മുതൽ കിടക്കുന്ന തഴപ്പ വരെ. മനസ്സിലായോ? മര്യാദക്കാണെങ്കിൽ അത് കുറച്ചു കാലം കൂടി അനുഭവിക്കാം. ധിക്കരിക്കാൻ വന്നാൽ ഇനി അനുഭവിക്കുന്നത് നിങ്ങളുടെ മകളായിരിക്കും. തൂക്കിയെടുത്ത് അകത്തിട. സ്വന്തം വീട്ടിൽ അന്യരെ പോലെ കഴിയേണ്ടി വരുന്നതിന്റെ ദുഃഖം അനുഭവിക്കുകയാണ് അച്ഛൻ. മോടെ മുഖത്തു നോക്കി ഒക്കെ ശരിയാവുമെന്ന് പറയാൻ ഈ അച്ഛനിപ്പൊ ധൈര്യം പോരാ. എന്തെങ്കിലും കഴിച്ചോ നീ? പിന്നീടാവാം. അത് വേണ്ട, വാ മോളിരിക്ക. കുറെ നാളായിട്ടുണ്ടാവും ഇതുപോലെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട്. ഭക്ഷണം കഴിക്കണ നേരത്ത് എന്തിനാ കുട്ടി അതും ഇതും ആലോചിക്കണേ?
കറി കരയ്ക്കുമ്പോഴും കടുവ് ഇറക്കുമ്പോഴും ഇങ്ങനെ പാട്ട് കേൾക്കണമെന്ന് മദാമ പഠിപ്പിച്ചിട്ടുണ്ടോ? സംഗീതം ആസ്വദിച്ച് കുക്ക് ചെയ്താൽ പാട്ട് പോലെ മധുരമാവുമെന്നാണ് ഞങ്ങളുടെ മാഡത്തിന്റെ കണ്ടുപിടുത്തം. നല്ല കണ്ടുപിടുത്തം. ദാറ്റ് ഈസ് മാഡം മറീന മിസ്റ്റർ പുഷ്പാങ്കദൻ. എനിക്കൊരു ദിവസം മദാമ ഒന്ന് കണ്ടാ കൊള്ളാമെന്നുണ്ട്. എന്തിനാ? പിടിച്ച് 2 കിസ് കൊടുക്കാൻ. അയ്യോ നന്നായിരിക്കും. 82 വയസ്സുള്ള പെണ്ണുമ്പിളെ പിടിച്ച് കിസ് ചെയ്താ. അവിടെ പിന്നെ ജനിക്കുമ്പോഴേ എല്ലാത്തിന്റെ തലമുടി വെളുത്തതായതുകൊണ്ട് പ്രായം അറിയാൻ പറ്റത്തില്ലല്ലോ. 28 ആയാലും 82 ആയാലും എനിക്കെന്ത്? അയ്യോ ഈ മനുഷ്യനെ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്റെ ദൈവമേ. അതെ, എനിക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഒരുക്കണമെന്നല്ലേ മിസ്റ്റർ പുഷ്പാങ്കനം പറഞ്ഞിട്ടുള്ളത്? പറയൂ സ്നേഹേ, ഞാൻ എന്ത് ചെയ്യണം? ആരെങ്കിലും തല്ലിക്കൊല്ലണോ? കൊല്ലാം. ആരെങ്കിലും വെട്ടിക്കൊല്ലണോ? വെട്ടാം. അയ്യോ, ഒരു ബ്രോയിലർ കോഴിയെ വെട്ടാൻ കഴിവില്ലാത്തവനാണ് ആളെ വെട്ടിക്കൊല്ലാൻ പോകുന്നത്. ആളെ കൊച്ചാക്കരുത് ചുമ്മാ. എങ്ങനെയും ബംഗ്ലാവ് കുട്ടിച്ചോറാക്കാൻ ഇറങ്ങിയിരിക്കുന്നവന്മാരുടെ കഥ കഴിക്കണം. അതിന് ഞാനൊരു വഴി കണ്ടുവച്ചു. എന്ത് വഴി? രാത്രി അവര് കഴിക്കുന്ന ആഹാരത്തിൽ വിഷം കലക്കി വെച്ചു കൊടുക്കും. അവരത് കഴിച്ചില്ലെങ്കിലോ? ഇല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിന്റെ ഗോപി മഞ്ചൂരി വെച്ചു കൊടുത്താൽ അപ്പൊ സ്പോട്ടിച്ചാവും. ആവശ്യമില്ല എന്റെ പ്രൊഫഷനെ പറ്റി പറയരുത്. പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? പറഞ്ഞാലോ? ആ ഇതിനകത്താണോ നിന്റെയൊക്കെ ശൃംഗാരം? അടുക്കളക്കാരിയും കുശിനിക്കാരനും ഒക്കെ അവനവന്റെ സ്ഥാനത്തിരുന്നാ മതി. ആരടുക്കളക്കാരി? ദേ പെണ്ണുമ്പിള്ള ഒരു കാര്യം പറഞ്ഞേക്കാം. കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് ഹോം സയൻസ് പാസ്സായി പ്രാക്ടിക്കലിന് വേണ്ടി ഒരു വീട് അന്വേഷിച്ചപ്പോ കണ്ടതാ ഈ ബംഗ്ലാവ്. ഇവിടെ ജോലി ചെയ്യുന്നോണ്ടേ ഞാൻ ആരുടെയും വേലക്കാരിയൊന്നുമല്ല. മേലാൽ അതും പറഞ്ഞിങ്ങോട്ട് വന്നാലുണ്ടല്ലോ ദേ പെണ്ണുമ്പിള്ള ചിക്കൻ, ചില്ലി ചിക്കൻ, മട്ടൺ കട്ട്ലൈറ്റ്, പെപ്പർ കട്ട്ലൈറ്റ് അടിച്ച ഫ്രൈഡ് ആക്കി കളയും ഞാൻ. ബ്ലഡി ചിക്കൻ നൂഡിൽസ് അലർന്ന തന്തൂരി ഫാമിലീസ്. കലക്കി കലക്കി ഗംഭീരായിരുന്നു കേട്ടോ. അയ്യോ ഹലോ, നമ്മൾ ഒരേ തരത്തിൽ ചിന്തിക്കുന്നവരാണെന്ന് കാസറ്റ് ചെന്നപ്പോഴാണ് അറിഞ്ഞത്. കർണാടക സംഗീതത്തോട് വല്ലാത്തൊരു ക്രേസ് ഉണ്ടല്ലേ? പ്ലീസ് ഗോവിന്ദ്, സംഗീതം ആസ്വദിക്കാൻ പറ്റിയ ഒരു മൂഡിലല്ല ഞാൻ. എന്തൊക്കെയോ മനസ്സിലിട്ട് ഗായത്രി എന്നെ മനഃപൂർവ്വം ഓടിയാൻ ശ്രമിക്കുകയാണല്ലേ? ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും ഗോവിന്ദിന് മനസ്സിലാവില്ല. പ്ലീസ് എന്നെ വെറുതെ വിട്ടേക്ക്. ഒരു മിനിറ്റ്. ആന വാതർക്കുന്ന പോലെ അണ്ണാൻ വാതർന്നാലേ കീറിപ്പോവും. നിനക്ക് പറഞ്ഞ പണി അരിയാട്ടല്ല. പോടവിടുന്ന്. കൊത്തി കൊത്തി കിഴക്കോട്ടെ മോളിൽ കിടന്ന് കൊത്തല്ലേ. എന്നെ എടാപോടാന്ന് വിളിച്ചോണ്ടല്ലോ. എടാ പോടാന്ന് വിളിച്ച് എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യും? ഒന്നും ചെയ്യില്ല. വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് കേട്ടോണ്ടിരിക്കും. ഒന്ന് പോടാ. ഡേടി ആ ഡമ്പിൽ വെച്ചിട്ട് പോടാ. ഞാൻ പോം. എനിക്ക് വേറെ പണിയുണ്ട്. ശ്വാസവും പിരിപ്പിച്ച് കക്ഷത്ത് തേങ്ങയും വെച്ച് നടക്കുന്നില്ലേലും ഞാൻ നല്ലൊരു വർമാണിയാ. വർമാണിയല്ല മർമാണി. ഓ 2 ആണി 1 തന്നെ. ആണി മാണിയൊക്കെ എനിക്ക് തിരിച്ചറിയാം. നിന്റെ ഉണ്ട. ഡാ. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ശല്യം സഹിക്കാൻ വയ്യല്ലേ? കൊട്ടാരമാണ് ലക്ഷ്യം. ഇതൊന്നും പോരാഞ്ഞിട്ട് പുതിയൊരുത്തം വരുന്നുണ്ടെങ്കിൽ ബോംബെന്ന്. Hello, Gayatri Verma, my old little queen. How are you, Miss G. Verma? മീൻ വളർത്തൽ എനിക്കും ഇഷ്ടമുള്ള പണിയാ. പ്ലീസ്. കേട്ടിരിക്കും. കരയിലെടുത്തിട്ട മീൻ പോലെയെന്ന് പഴഞ്ചൊല്ല. സത്യം പതിരില്ല. വെറുതെ വിടൂ. അയ്യേ, ഇതൊക്കെ അരവിന്ദേട്ടന്റെ തമാശകളല്ലേ മോളെ. എന്തിനാണെന്നറിയോ? ഗായത്രിയെ കൂടുതൽ സുന്ദരിയായി കാണാൻ. ചിരിക്കുന്ന ഗായത്രിയെക്കാളും കരയുന്ന ഗായത്രിയാ ശരിക്കും സുന്ദരി. യു ലുക്സ് ലൈക്ക് എ ഷുഗർ ഇൻ എ പ്ലാം.
She looks like a sugar in a plum, plum, plum. നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് എന്തിനാണെന്നറിയാമോ? അച്ഛനൊന്നും പറയാതെ എന്നാ കേട്ടോ, ഞാൻ ഈ ഫാക്ടറി നിന്റെ പേരിൽ വാങ്ങാൻ പോകുന്നു. എന്താ അഭിപ്രായം? ഗുഡ്, നല്ല അഭിപ്രായം. പക്ഷേ എനിക്ക് നിന്നെ കുറിച്ച് അത്ര നല്ല അഭിപ്രായം ഇല്ല. ബിസിനസ് മാനേജ്മെന്റ് പഠിക്കാനെന്നും പറഞ്ഞ് ബോംബെ ചെന്നിട്ട് നീ പഠിച്ചത് എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ അസൂയക്കാർ പറഞ്ഞുണ്ടാക്കുന്ന കഥകളല്ലേ അച്ഛാ. കഥയാണേലും കാര്യമാണേലും ഞാൻ മുടക്കുന്ന പണം കടലിൽ കായം കലക്കിയ പോലെ ആകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ആദ്യം ഞാനത് നിന്റെ പേരിൽ വാങ്ങുന്നു. 3-ാം നാൾ അത് നീ എനിക്ക് മടക്കി എഴുതി തരുന്നു. അപ്പൊ 3 ദിവസത്തേക്ക് ഈ ഫാക്ടറി എംഡിയുടെ വിഡ്ഢിവേഷം അതിനെന്നെ കിട്ടില്ല. കഴുതേ, 3 ദിവസത്തെ ഈ വേഷം കെട്ടലിന് പ്രതിഫലമായി കിട്ടുന്നത് ഗായത്രി തമ്പുരാട്ടിയാണെങ്കിലോ? ഒന്ന് ശ്രമിച്ചൂടെ? മനസ്സിലായി? എടാ, ആ 3 ദിവസത്തിനുള്ളിൽ നീ ഗായത്രിയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും. അങ്ങനെ വരുമ്പോ ബംഗ്ലാവ് താനെ സ്വന്തമാവും. പിന്നെ ഇപ്പൊ ഈ വിഡ്ഢിവേഷം നിന്നെ കൊണ്ട് കെട്ടിക്കുന്നതേ വേലയും കൂലിയില്ലാത്ത ഒരുത്തനാണ് ഗായത്രിക്ക് പുടവ് കൊടുക്കുന്നതെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാനാ. മനസ്സിലായോ? റിയലി ഗ്രേറ്റ്. 50 കാച്ചിട്ട് ചുണ്ടൽ കൂടെ ചൂട് ചുണ്ടൽ തന്നെ. சீக்கிரம் வாங்கடா, சீக்கிரம் வாங்கடா. ஏறி அழிங்கடா. ஏய், இதெல்லாமே பூஜ்ய வேத பாண்டியனோட சரக்கு. ஓட உள்ள சேர்க்க வேண்டியது எங்க பொறுப்பு. அப்படி சொல்லாதீங்க. இந்த மார்க்கெட்டை நம்பித்தான் நாங்க இத்தனை தொழிலாளிகளும் பிழைக்கிறோம். அதெல்லாம் எங்களுக்கு தெரியாது. இந்த லோடு நாங்க தான் இறக்குவோம். ஏய், பூஜ்ய வேத பாண்டியன வருது. நாங்க ஏழைங்க ஐயா, இந்த லோடு நாங்களே இறக்குறோம். அது எப்படியா முடியும்? இங்கதான் ஏன் ஆளுங்க இருக்காங்கல்ல. அடடே, இன்னும் வேலை முடியல. டேய், சீக்கிரம் முடிங்கடா. ஐயா, எங்களுக்கு வேலை கிடைச்சு 4 நாளாச்சு. அடடே கண்ணா, உனக்கு சொன்னா புரியல. டேய், புரிய மாதிரி சொல்லி வைங்கடா. ஐயோ கடவுளே!
വാങ്ങിയതെല്ലാം കണ്ട് അകത്ത് സൂചിച്ചിരിക്കായിരുന്നല്ലേ? ആ, ഇറങ്ങി വന്ന സ്റ്റൈലൊക്കെ കൊള്ളാം, പക്ഷെ വാങ്ങിച്ചു കൂട്ടാതെ തിരിച്ചു പോകുന്ന നല്ലത്. എടാ പൂജ്യവേദ പാണ്ഡ്യ, നിന്റെ പേരിൽ തന്നെയുള്ള പൂജ്യം പോലെ നീ വെറും 0. ഈ നിമിഷം വേണമെങ്കിൽ നിന്നെ എനിക്ക് കൊല്ലാം, പക്ഷെ ഞാനത് ചെയ്യില്ല. കാരണം ആദ്യം താക്കീത്, അത് കഴിഞ്ഞുള്ള ശിക്ഷ. പിന്നെന്റെ പേര് ഓർമ്മയിരിക്കട്ടെ, ദത്തൻ, ദുർഗാ ദത്തൻ. பொண்ணு அம்மா இருக்கா? உள்ளே இருக்கு. கூப்பிடு. ஐயா, யார் வந்திருக்குன்னு சொல்லணும்? பூஜ்ய வேத பாண்டிய வந்திருக்குன்னு சொல்லு. சரிங்க, போய் சொல்லுமா உள்ள. ചേച്ചി, உங்களை பாக்குறதுக்கு பூஜ்யவேத பாண்டியன் வந்திருக்கு. എന്തിനാ தெரியல. എന്താ? ദത്ത ഉള്ള இருக்கா? ഇല്ല, അവൻ ഇവിടെ ഇല്ല. അണ്ണേ, வணக்கம் தாயி, நான் தான் பாண்டியன், பூஜ்ய வேத பாண்டியன். உங்களை பத்தி நிறைய கேள்விப்பட்டிருக்கேன். கண்ணம்மா அதான உங்க பேரு? அருமையான பேரு. உங்க பையன் தானே தத்தன்? அவன் எனக்கு ரொம்ப பிடிச்சிருக்கு, ரொம்ப ரொம்ப. நான் யாருக்கிட்டையும் எதுவும் கேட்க மாட்டேன். கேட்டது கிடைக்கலன்னா நானே எடுத்துக்குவேன் எப்படியாவது. அதுதான் இந்த பாண்டியனோட ஸ்டைல். இங்க பாருங்கம்மா, நீங்க என் தாய் மாதிரி. அதனாலதான் சொல்றேன். உங்க மகன் மார்க்கெட்டுக்குள்ள பூந்து என்னையும் நம்ம ஆளுங்களையும் போட்டு அடிச்சுட்டான், பாத்தீங்களா? அதனால எனக்கு அவன் வேணும், അവൻ ഉയരും വേണം. എന്തുക്ക് വാ? എന്റെ മകൻ ഒരു പാവമാണ്. അവൻ അറിവില്ലാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ്. ദത്തനല്ലാതെ മറ്റാരുമില്ല എനിക്ക്. എന്നെ അമ്മയെന്ന് വിളിച്ചത് കൊണ്ട് ഒരു മകനോട് അപേക്ഷിക്കുന്നത് പോലെ പറയാണ്. ഒരു പ്രാവശ്യത്തേക്ക് അവന് മാപ്പ് കൊടുക്കണം. ഇനി ഒരു പ്രശ്നം അവൻ ഉണ്ടാക്കില്ല. இந்த சென்டிமெண்ட் தான் பெரிய பிரச்சனை. டேய், இப்ப என்னடா பண்ணலாம்? மன்னிச்சிடலாமா? சரிமா, விஷயம் ஒன்றும் பெரிய மேட்டர் இல்ல. இன்னொரு தடவை அவன் மார்க்கெட்டுக்குள்ள வந்தா சீவிடுவேன். பேர் ஞாபகம் இருக்குல்ல? பூஜ்ய வேத பாண்டியன். എന്താ അമ്മേ? പൂജ്യവേദ പാണ്ഡ്യന്റെ ആൾക്കാരുമായി ഇന്ന് തല്ലുണ്ടാക്കിയല്ലേ? ഏയ്, അങ്ങനൊന്നുമില്ല. കള്ളം പറയരുത്. അത് ചെറിയൊരു... നമുക്കിപ്പോഴും ചോറ് തരുന്ന തരതൊട്ട് നീ സത്യം ചെയ്തല്ലേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലെന്ന്? ശരിയാണ്. അമ്മ ചോദിച്ചോ എന്തിനാ തല്ലുണ്ടാക്കിയെന്ന്? ഇല്ല, എനിക്കൊന്നും ചോദിക്കാനില്ല. നീ ഒന്നും പറയുകയും വേണ്ട. അമ്മ, അത്... തെറ്റ് കണ്ടാൽ എതിർക്കാനുള്ള തന്റെ ഇടം, തല്ലുകൊണ്ടാൽ തിരിച്ചു തല്ലാനുള്ള കരുത്ത്, ഇത് രണ്ടും അമ്മയ്ക്ക് ഇഷ്ടമാണ്. നിനക്കത് ഉണ്ട് താനും. പക്ഷേ ഈ ഇഷ്ടങ്ങളുടെ പേരിൽ നീ അമ്മയ്ക്ക് നഷ്ടമായാൽ എനിക്കത് സഹിക്കില്ല മോനെ. എനിക്ക് നീ അല്ലാതെ മറ്റാരുമില്ല. എന്താ അമ്മേ? കുറച്ചു ദിവസം ഓൻ ഇവിടെ നിന്ന് മാറി നിൽക്കണം. ആ പാണ്ഡ്യന്റെ കണ്ണിൽ നീ ഇപ്പൊ ശത്രുവാണ്. അയാൾ എന്തിനും മടിക്കില്ല. ഓരോളിച്ചോട്ടം അല്ലേ അമ്മേ? അല്ല, ഒഴിവുകാലം ആഘോഷിക്കാൻ കാണാ സ്ഥലങ്ങളിലേക്ക് ചെറിയൊരു യാത്ര. അങ്ങനെ എടുത്താ മതി. അമ്മ പറഞ്ഞ നീ അനുസരിക്കില്ലേ? അമ്മയുടെ വാക്കുകൾ എന്തെങ്കിലും ഞാൻ ധിക്കരിച്ചിട്ടുണ്ടോ? നിർബന്ധമാണെങ്കിൽ പോകാം. സ്നേഹം നിറഞ്ഞ ശാന്തമ്മയ്ക്ക് സുഖമെന്ന് കരുതുന്നു. എന്നെ മനസ്സിലായില്ലെന്നുണ്ടോ? ഒരു പഴയ കൂട്ടുകാരി കണ്ണമ്മയെ ഓർമ്മയുണ്ടോ? ഈ കത്തുമായി വരട്ടെ അമ്മേ.
എന്റെ മകനാ ദത്തൻ. അവൻ കുറച്ചുനാൾ നിങ്ങളോടൊപ്പം അവിടെ കാണും. റീത്ത, ലിസ്റ്റ് എല്ലാം ചെക്ക് ചെയ്തല്ലോ, സൂക്ഷിച്ച്. ഹലോ, നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ തന്നെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കർണ സാറിന് യാതൊരു സംശയം തോന്നാത്ത രീതിയിൽ. ഇത് ചെറിയൊരു പരീക്ഷണം മാത്രമാണ്. ഇതിൽ ഞങ്ങൾ ജയിച്ചാൽ ഞങ്ങളോടൊപ്പം താനും വളരും. എനിക്കറിയാം സർ, ഞാൻ ഏറ്റ ജോലി ഭംഗിയാക്കിയിട്ടുണ്ട്. ക്രാഫ്റ്റ് ഇന്ത്യയിൽ നിന്ന് പർച്ചേസ് ആയിട്ടുള്ള എല്ലാ രേഖകളും ഉണ്ടാവണം. അഥവാ എവിടെയെങ്കിലും വെച്ച് പോലീസിനോ മറ്റോ സംശയം തോന്നിയാൽ തന്നെ കുറച്ച് ആന്റി ക്രാഫ്റ്റ് സാധനങ്ങളാണെന്ന് പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാം. യെസ് സർ. റീത്ത, അതിക്ക് നന്നേക്കോ. ഇതിലെന്ത് ചതിയുണ്ട് സാർ? നമുക്ക് കണ്ണൻ സാറിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാം. മയക്കുമരുന്നുകൾ വല്ലതും ആണോന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ തനിക്ക് എന്താണോ വേണ്ടത്? കമ്മീഷൻ വേണോ? ഞാൻ തരാം. പക്ഷെ കണ്ണ സാർ ഇത് അറിയരുത്. നോ, ഞാൻ കൂട്ടി നിൽക്കില്ല. ഐ വിൽ റിപ്പോർട്ട് ദിസ്. ആ അങ്ങനെ അങ്ങ് സ്മാർട്ട് ആയാലോ കൊച്ചേ, കൊള്ളാം. നിന്റെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടായി. അതിനുള്ള സമ്മാനം ഇവൻ തരുന്നുണ്ട്. ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നിവർത്തിയില്ലാതെ കരഞ്ഞ് കാല് പിടിച്ച നിനക്ക് ഒരു ജോലി തന്നതിന്റെ കൂലിയാണ് അല്ലടാ പന്ന പൊലയാടി മോൻ. എന്താ സർ? കുറച്ചകലെന്നാ. കണ്ണനെ ഒന്ന് കാണണം. സാർ അകത്തുണ്ട്. ഹലോ, എന്താ? വെറുതെ. അത് മനസ്സിലായി. നമ്മൾ ആരാ? രാമരാജ്യം കാണിക്കാമെന്ന് പറഞ്ഞ് നീറിനെ എടുത്തു വെച്ച് നെറ്റി പൊള്ളിച്ച ഒരു പഴയ കളിക്കൂട്ടുകാരനെ ഓർമ്മയുണ്ടോ? ദത്തൻ? അതെ. എത്ര കാലമാണ് നിന്നെ കണ്ടിട്ട്? നിനക്ക് ഇപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ. വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. നിന്റെ അമ്മയ്ക്ക് കൊടുക്കാനായി ഒരു കത്ത് തന്നയച്ചിട്ടുണ്ട്. എന്റെ അമ്മ. മകന്റെ സ്വഭാവവിശേഷം മുഴുവൻ ഈ കത്തിലുണ്ടല്ലോ. എന്ത്? മാർക്കറ്റിൽ നടത്തിയ പ്രകടനം. നിന്റെ സ്വഭാവവിശേഷവും ഞാൻ ഒരുപാട് കേട്ടു. നാട്ടുകാർ പറഞ്ഞു. മോശമായിട്ടെന്തെങ്കിലും ആണോ? അല്ലാതെ വരില്ലല്ലോ. അയ്യേ, ഇപ്പൊ നീ പറഞ്ഞല്ലേ. ഇതാണ് എന്റെ കൊട്ടാരം. എങ്ങനെയുണ്ട്? ആ, കൊള്ളാം. അമ്മേ, അമ്മേ, ശാന്തമ്മേ. എന്താടാ? ഈ വന്നിരിക്കുന്ന ആരാന്ന് അമ്മയ്ക്ക് മനസ്സിലായോ? ആരാ? ഒരു പഴയ കൂട്ടുകാരി ഓർമ്മയുണ്ടോ? സ്വന്തം കൈകൊണ്ട് അമ്മയ്ക്ക് വരെ പുടവയൊക്കെ നെയ്ത് തന്നിട്ടുണ്ട്.
കണ്ണമ്മ മകന. വർഷം 20 കഴിയണു നിങ്ങളെല്ലാം കണ്ടിട്ട്. കണ്ണമ്മയ്ക്ക് സുഖാണോ മോനെ? അതെ. ആ ശാന്തമ്മേ, ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. എനിക്കാണെങ്കിൽ വിശന്നിട്ട് നിൽക്കാൻ വയ്യ. ഇഡ്ഡലി ഉണ്ടെങ്കിൽ ഒരു 20 എടുത്തോ, എനിക്ക് മാത്രം. പോടാ അവിടുന്ന്. വാ മോനെ. ഇങ്ങോട്ട് മാറി നിൽക്ക്. ഇവിടെയോ? എടി നോക്കി, ഒരാള് കുറെ നേരെ നമ്മളെ തന്നെ നോക്കിയിരിക്കുന്ന കണ്ടില്ലേ? അത് ശരിയാണല്ലോ. വാ, എന്താന്ന് ചോദിച്ചിട്ട് തന്നെ വാ. ഹലോ, എന്താ നോക്കണത്? പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഫാന്റാസ്റ്റിക്, മനോഹരമായിരിക്കുന്നു. എവിടെയോ കണ്ടു മറന്നതുപോലെ. നിങ്ങളുടെ കാര്യമല്ല, പാലസ്, കൊട്ടാരം. വാ, വാ. കളിയാക്കാൻ വന്നിട്ട് സ്വയം ചമ്മിയല്ലേ? നീ നോക്കിക്കോ. ഏയ്, എങ്ങനെയുണ്ട്? ആ രൂപ 40,000. അമൃതമൊക്കെ അസലായിട്ട് ഇണങ്ങും. ആ, ഇനി ഇതാരോടും വർണ്ണിക്കാൻ നിൽക്കണ്ട. കൊണ്ടുപോയി സൂക്ഷിച്ചു വയ്ക്കേ. അതെ, തമ്പുരാൻ ഒന്ന് നിൽക്കണേ. എനിക്കൊരു പ്രധാന കാര്യം പറയാനുണ്ടായിരുന്നു. തനിക്ക് ഇപ്പോഴും അങ്ങനെ വിളിക്കാൻ അറിയോ? വല്ലാണ്ട് തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നെ. പക്ഷെ ഞാൻ പറയാൻ പോകുന്ന കാര്യം അറിയുമ്പോ അത് താനേ അങ്ങ് മാറിക്കോളും. അരവിന്ദന് നന്നേ ഇഷ്ടപ്പെട്ടിരിക്കുന്നു ഗായത്രിയെ. ഗായത്രിയാണോ കൊട്ടാരത്തിനെയാണോ തന്റെ മകൻ ഇഷ്ടമായത്? ഭാഗ്യത്തിന് കൊട്ടാരം എന്റെ മകളുടെ പേരിലായിപ്പോയി. തന്റെ ആഗ്രഹങ്ങളൊന്നും ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നടക്കാൻ പോകുന്നില്ല. എന്റെ മോൻ വല്ലാതെ ആശിച്ചു പോയി. തീരുമാനം തിടുക്കത്തിലാവണ്ട, ആലോചിക്കാൻ സമയമെടുക്കാം. സ്വന്തം മകളൊന്നുമല്ലല്ലോ, ദത്തെടുത്ത് വളർത്തിയതല്ലേ. ആ പിന്നെ വരുന്ന ബുധനാഴ്ച തമ്പുരാട്ടിയുടെ അടിയന്തരമാണെന്നോ അന്നദാനം നടത്താൻ പോണെന്നോ എന്നൊക്കെ കേട്ടല്ലോ. അതെ, എന്റെ കമലയുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ ആ കർമ്മങ്ങൾ ചെയ്തേ പറ്റൂ. പറയുമ്പോ തിരുവുള്ളക്കേട് ഉണ്ടാവരുത്. ചത്തവരോ ചത്തു. ഇനി ആ പേരും പറഞ്ഞു വേണോ ഒരു കൊണ്ടാട്ടം? ഇനി അഥവാ കൊട്ടും കുറവായിട്ട് ആഘോഷിക്കാന്ന് വെച്ചാൽ തന്നെ ഇവിടെ ആരുടെ കയ്യിലാ കാശിരിക്കുന്നേ? തല മുണ്ടനം ചെയ്ത് തെരുവി തെണ്ടേണ്ടി വന്നാലും തന്റെ മുമ്പിൽ ഇരക്കാൻ വരില്ല. ചോദിക്കാനാവും ദേവഗ്രഹത്തിലെ ഗായത്രി ഇങ്ങോട്ട് എഴുന്നള്ളുന്നത്. ചില്ലി കാശ് ഞാൻ കൊടുക്കില്ല. നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ. എന്താ കുട്ടി രാവിലെ തന്നെ? എന്തെങ്കിലും വിശേഷം? വീട്ടിലെ ഇപ്പോഴത്തെ സ്ഥിതി ഞാൻ പറയാതെ തന്നെ ടീച്ചർക്ക് അറിയാലോ. കഞ്ഞി വീഴ്ത്തും വസ്ത്രദാനമൊക്കെ ഉണ്ടോ? ഉവ്വ, അതിന് നിങ്ങളൊന്ന് സഹായിക്കണം. ദേവഗ്രഹത്തിലുള്ളവരെ സഹായിക്കാൻ മാത്രം ഞങ്ങൾ വളർന്നോ? എന്താ ഇത്? നിങ്ങളൊന്നീ വന്നേ. അതെ, നീ എന്തിനുള്ള പുറപ്പാടാ? ഉത്സവ പറമ്പുകളിൽ ഡാൻസ് കളിച്ചുണ്ടാക്കുന്ന കാശാ? അവർക്കാവതുള്ള കാലത്ത് നമ്മളെ അവർ ഒത്തിരി സഹായിച്ചിട്ടുള്ളതല്ലേ? സഹായിച്ചിട്ടുണ്ടെങ്കിലേ അതിനുള്ള പ്രത്യുപകാരം അങ്ങോട്ടും ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ എന്ത് പറയണം? പറ്റില്ലെന്ന് പറയടി. നിനക്ക് വേഗം ഞാൻ പറയാം. കാശ് കടമാങ്ങാനായി അച്ഛൻ നിന്നെ അങ്ങോട്ട് അയക്കരുതായിരുന്നു. മോള് വിഷമിക്കാതെ അച്ഛനൊരു മാർഗം കണ്ടിട്ടുണ്ട്. നിന്റെ മുത്തച്ഛൻ ശേഖരിച്ചിരുന്ന പുരാവസ്തുക്കൾ വിൽക്കുക. ആയുധ പൂജയ്ക്ക് എഴുതിരിട്ട നിലവിളക്കിന് മുന്നിൽ നിന്ന് നമ്മൾ തൊഴുതിരുന്ന അവയെല്ലാം വിൽക്കണമെന്നാണോ അച്ഛൻ പറയുന്നത്? ഞാൻ ആലോചിച്ചിട്ട് മറ്റൊരു വഴിയും കാണുന്നില്ല. കമലയുടെ കാര്യത്തിനാവുമ്പോ ശപിക്കില്ല ആരും. വാങ്ങാൻ ഒരാളെ കിട്ടിയാൽ തന്നെ എങ്ങനെ ഇതെല്ലാം പുറത്തെത്തിക്കുക? നാളെ കഴിഞ്ഞാൽ 2-3 ദിവസത്തേക്ക് ഇവിടെ മറ്റാരും ഉണ്ടാവില്ല. ചെയ്തു കൂട്ടിയ പാവങ്ങൾ കഴുകാൻ പുണ്യസ്ഥലങ്ങളിലേക്ക് തീർത്ഥയാത്ര പോണു എല്ലാരും. ദേവഗ്രഹത്തിലെ കുട്ടിയുടെ ദിനചര്യകളിൽ ക്ഷേത്രദർശനം ഉണ്ടാവുമെന്ന് ഊഹിച്ചു. എന്റെ ഊഹം തെറ്റിയില്ലല്ലോ. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച സ്നേഹിക്കുന്ന മനസ്സുകളെ തമ്മിൽ പിരിക്കില്ലെന്നോ
വിവാഹം എത്രയും പെട്ടെന്ന് നടക്കുമെന്നൊക്കെ പറയുന്നത് കേട്ടു. അത് ഇവിടുത്തെ ആചാരം. ആ ആചാരം നമുക്കും തെറ്റിക്കണ്ട. നമ്മുടെ വിവാഹം എളുപ്പം നടക്കാൻ നമുക്ക് ഒരുമിച്ച് പോകാം. വിളിച്ചാ കേക്കും ദൈവമല്ലേ. വാ, വാ, വാ. വെയിറ്റ് ചെയ്യുന്നു. Come on. ദേവഗ്രഹത്തിലെ കുട്ടിയല്ലേ? ദേവഗ്രഹം. ഇനി നീ അവിടെ ഓടി ഒളിക്കുമെന്ന് കാണണമല്ലോ. ബാബാ, ഈ അരവിന്ദനൊരു ചീത്ത സ്വഭാവമുണ്ട്. ഒരു കാര്യം പറഞ്ഞത് ചെയ്യണം, ചെയ്തേ പറ്റൂ. വരാൻ പിടിച്ചാ വിടുന്ന പ്രശ്നമില്ലല്ലോ. വാടേ വാടി. നിങ്ങൾ എന്തിനാ കുട്ടിയെ ഉപദ്രവിക്കുന്നത്? എന്തോ ഇത് ഞങ്ങൾ കുടുംബക്കാര് തമ്മിലുള്ള പ്രശ്നമാണ്. ഓ, വരത്തന്മാർ അതെ, വർത്തന്മാര് തന്നെ. പക്ഷെ വർത്തന്മാർക്ക് അമ്മയും പെങ്ങളെയും തിരിച്ചറിയാവുന്നതുകൊണ്ട് ഇതിൽ ഇടപായിരിക്കാൻ പറ്റില്ല. കയ്യറ കയ്യറ. വീട്ടിൽ പോടാ. വിനാശകാലേ വിപരീത ബുദ്ധി. തേടിയ വള്ളി കാലിൽ ചുറ്റി. ദാ കിടക്കുന്നു റോത്ത്മാൻ. മാഷിനെ നേരിൽ കണ്ട് വിസ്തരിച്ചൊന്ന് പരിചയപ്പെട്ടു പോരെ ബാക്കി പരിപാടികളൊക്കെ? നോ ഡൗട്ട്. ഹലോ, ആർക്കായിരുന്നു ടെലിഫോൺ സന്ദേശം? മനസ്സിലായില്ല എന്നുണ്ടോ? നമ്മൾ തമ്മിൽ ചെറിയൊരു പരിചയമൊക്കെ ഉണ്ട്. ഒന്നോർത്ത് നോക്ക്. പിന്നെ ഞങ്ങളെന്ന് പറഞ്ഞാ ഞാനും എന്റെ ഫ്രണ്ട്സും ചെറിയൊരു അടിച്ചുപൊളിയെ കഴിഞ്ഞു വരിക. കൂടുതലൊന്നുമില്ല. മാറ്റർ ഓഫ് 8 minutes. വഴി തന്റെ വണ്ടി കണ്ടപ്പോ എല്ലാവർക്കും ഒരു ആഗ്രഹം തന്നെ ഒന്ന് പരിചയപ്പെടണം. ഞാൻ വിളിക്കാം. മക്കളെ, തന്റെ ഈ സ്മാർട്ട്നെസിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോഴേ കുമാർക്ക് തീരെ വിശ്വാസമില്ല. നേരാമണ്ണം കണ്ടോ? നാളെ കള്ളതെ കഴിയുമ്പോഴേ കണ്ടില്ല എന്ന് മാത്രം പറയരുത്. പൊക്കം 6 അടി 8 ഇഞ്ച് വരുമല്ലേ? നല്ല സിൽക്കി ഹെയർ, പട്ടുപോലത്തെ തലമുടി. എന്നാ ഷാമ്പു അമ്മച്ചി ഉപയോഗിക്കുന്നത്? സൺസിൽക്ക്. യു ആർ റിയലി സ്മാർട്ട്. താങ്ക്സ്. ഇവന്മാര് വല്ലാതെ ഇറിറ്റേറ്റഡ് ആക്കിയല്ലേ. ആളുകളോട് എങ്ങനെ പെരുമാറണം, എന്ത് പറയണമെന്ന് നിനക്കറിയില്ല. അത് ഇവന്മാര് പഠിപ്പിച്ചു തരും. ലെസൺ നമ്പർ 1, ഒരു ചെകിട തടി കൊണ്ടാൽ മറു ചെകിടും കാണിച്ചു കൊടുക്കണം. ഒരു കൈ അടിക്കാൻ ഓങ്ങിയാൽ പിന്നീട് അത് മറ്റാരുടെ നേരെ ഉയരരുത്, അത് ഒടിഞ്ഞിരിക്കണം. ലെസൺ നമ്പർ 2. നിന്റെ മക്കളെല്ലാം ഞാൻ പരിചയപ്പെട്ടു. ഇനി നീ മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ
നിനക്കൊക്കെ ഒരു വിചാരമുണ്ട് വാചകം അടിച്ച് ആളെ വരട്ടാമെന്ന്. അതിനധികം ആയസില്ല. ഇങ്ങനെ പോയാൽ നിനക്കും വീട്ടിൽ പോടാ. വീട്ടു സാധനങ്ങൾ വിറ്റിട്ട് വേണോ ദേവഗ്രഹത്തിലുള്ളവർ കഴിയാൻ? ആരാ പറഞ്ഞത് ഈ വങ്കത്വം? വങ്കത്തൊന്നുമല്ല, അവിടുത്തെ സ്നേഹപ്രഭയാ പറഞ്ഞത്. ആന്റിക്സിനോട് എനിക്ക് വല്ലാത്തൊരു ക്രൈസ് ഉണ്ടെന്ന് നിനക്കറിയാലോ. പുറം നാട്ടിലൊക്കെ ഇതിന് വലിയ ഡിമാൻഡാ. പക്ഷെ നിന്നെയും കൊണ്ട് സാധനം വാങ്ങിക്കാൻ പോകുന്ന കാര്യം ഓർക്കുമ്പോഴാ. പണ്ട് നടന്നതൊക്കെ ഓർത്ത് ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്നാവും നിന്റെ പേടി. ഇല്ല, എല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ്. മറന്നേ പറ്റൂ. കാരണം ഞാനും അമ്മയും തമ്മിലുള്ള കരാറാണ്. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ നമ്മൾ അവിടെ പോകും. നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ഞാൻ കാത്തു സൂക്ഷിച്ചിരുന്നതാ ഇവയൊക്കെ. ഒരു നിധി തന്നെയാ ഇത് വാങ്ങുന്നയാൾക്ക്. വാൽക്കണ്ണാടിയാത് എന്റെ അച്ഛന് മൈസൂർ രാജാവ് സമ്മാനിച്ചതാ. ദേവഗ്രഹം എന്ന പേരും കുത്തിച്ച്. എന്താച്ചാലും നോക്കാം. വേണ്ട, കണ്ടറിയുന്നതിനേക്കാൾ ഇഷ്ടം ചിലതിനോടൊക്കെ കേട്ടറിയുമ്പോഴേ തോന്നൂ. ഞങ്ങൾക്ക് ഇവയൊക്കെ ഇഷ്ടമായി. അവകാശവാദങ്ങളൊന്നും കൂടാതെ നിങ്ങൾ പറയുന്ന വിലയ്ക്ക് ഇതൊക്കെ വാങ്ങാൻ ഞങ്ങൾ ഒരുക്കമാണ്. വിലയായിട്ട് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നറിഞ്ഞാൽ കൊള്ളാം. ഇവയൊക്കെ വില പറഞ്ഞു വിൽക്കുക എന്ന് പറഞ്ഞാ അത് ഞാൻ ചെയ്യുന്ന മഹാപരാധമായിരിക്കും. എല്ലാം നിങ്ങൾ തന്നെ തീരുമാനിച്ചാ മതി. 20,000 രൂപയുണ്ട്. ഇനിയും വേണമെങ്കിൽ ചോദിക്കാം. മതി, ധാരാളം മതി. നിങ്ങൾ ആരായാലും എവിടുന്ന് വന്നവരായാലും നല്ലതേ വരും. നന്ദിയുണ്ട് ഒരുപാട്, മുൻപ് രക്ഷിച്ചതിനും ഇപ്പൊ സഹായിച്ചതിനും. എടാ ദുർഗാത്ത, നീ മദ്യപിക്കില്ല, വേണ്ട. എന്നാ പിന്നെ ഒരു കമ്പനി സേക്കിനെങ്കിലും ഇവിടെ ഒന്നും ഇരിക്കാൻ പാടില്ല. അമ്മ ഇല്ലാത്തപ്പോഴല്ലേ ഇങ്ങനെ 7-8 ലാറിയൊക്കെ അടിച്ച് ഇരിക്കാൻ പറ്റൂ. അമ്മ ഇനി വന്നോട്ടെ, നിന്റെ സകല ചുറ്റികളെയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്റെ പൊന്ന് സഹോദരാ, നീ ചതിക്കല്ലേ. ഇല്ലേ? ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരും ഇല്ലേ? ആരും. ഞാനാ ഗായത്രി. ഗായത്രി, ഗായത്രി, നീ സന്ധ്യ സമയത്ത് ദേവഗ്രഹത്തിൽ ഒപ്പം വന്ന ആളെ ഒന്ന് കാണാമായിരുന്നു. ദത്തനെയോ? ദത്താ, എന്താ? നിന്നെ കാണാൻ വേണ്ട വന്നിരിക്കുന്നു. എന്താ ഗായത്രി? ഒരു കാര്യം പറയാനാ ഞാൻ വന്നത്. തന്ന വില കുറഞ്ഞു പോയി എന്ന തോന്നലുണ്ടായിരുന്നെങ്കിൽ അതപ്പോ തന്നെ പറയാമായിരുന്നു. ഒരു വിലപേശലിനല്ല ഞാൻ വന്നത്. പിന്നെ? ചോദിക്കാൻ അവകാശമില്ലെന്നറിയാം. എന്നാലും ചോദിക്കാണ്ട് വയ്യ. അമ്മ അനുഗ്രഹിച്ചു തന്ന ചിലങ്കുകൾ ആ പെട്ടിയിലുണ്ട്. അത് മടക്കി തരണം. ഇല്ലെങ്കിലോ? ആയുധവും ആൾബലവും ഒക്കെ ഉണ്ടായിരുന്നു വേണ്ടുവോളം. പക്ഷെ ഇപ്പോ സ്വന്തം എന്ന് പറയാൻ ഒന്നുമില്ല. ആ ചിലങ്കുകൾ ഒഴികെ അപേക്ഷയാണ്. ദേവഗ്രഹത്തിൽ എന്തൊക്കെയോ നിഗൂഢതകൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഇത്രയും കരുതിയില്ല. കണ്ണെത്താ ദൂരത്തോളം വരുന്ന എസ്റ്റേറ്റ്സ്, നാട്ടിലെങ്ങും പേര് കേട്ട ഡയറി ഫാം, മ്യൂസിക് സ്കൂൾ, ഗാർമെന്റ്സ് ഫാക്ടറി, എല്ലാം സ്വന്തം എന്ന് പോലെ പറയുന്നതാവും ഇപ്പൊ കൂടുതൽ ശരി. കണ്ണ, അകത്തെ പെട്ടിയിൽ 2 ചിലങ്കുകൾ ഇരിപ്പുണ്ട്. അതിങ്ങെടുത്തോണ്ട് വരൂ. ചിലങ്ക്? ഇതെന്തുമല്ല, ഡാൻസ് വല്ലതും ഉണ്ടോ? വളരെ നന്ദി. ഞാൻ ഇറങ്ങട്ടെ. നേരെ വരട്ടി, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട. ഈ രാത്രി സമയം നിനക്ക് എന്താ ഇവിടെ കാര്യം? കരുതുള്ള ആമ്പിള്ളാരെ തേടി ഇറങ്ങിയതായിരിക്കും അല്ലേ? അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ കരുതി ഇഷ്ടദൈവം ഇവിടെ ആയിരിക്കുമെന്ന്. ഹലോ, ഇങ്ങൊന്നേ. എന്ത്? നിങ്ങളെ തന്നെ. എന്താ സാറേ വിളിച്ചേ? ഗായത്രി തമ്പുരാട്ടി. അല്ല, നിങ്ങൾ ഈ നാട്ടുകാരായ സ്ഥിതിക്ക് ഞാൻ പരിചയപ്പെടുത്താൻ അറിയായിരിക്കല്ലോ. എന്നാലും പറയാം. ദേവഗ്രഹം കൊട്ടാരത്തിലെ ഭരതവർമ്മ തമ്പുരാന്റെ പുന്നാര മകൾ ശീലാവതി തമ്പുരാട്ടി. കേറി വണ്ടിയിലെ. നിനക്കെന്താ ഇവിടെ കാര്യം? വിടടാ കയ്യെന്ന് പറഞ്ഞു കേട്ടില്ലേ? കൈവറ. ഒരു രാത്രിയിൽ ഏതാനും മണിക്കൂറുകൾക്ക് വില പറഞ്ഞെന്ന് കരുതി
ഇവളുടെ പുറത്തൊരു ആയുഷ്കാലം മുഴുവൻ അധികാരം സ്ഥാപിക്കണോ ചങ്ങാതി? നിങ്ങൾ ഇവിടെ വെറുതെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്താൽ അതിന്റെ ചീത്ത പേര് ഈ പെൺകുട്ടിക്കാണ്. സിമ്പതി കൊള്ളാം. എന്നാ കേട്ടോ, ഇവക്കൊരുത്തന്റെ സഹതാപം ആവശ്യമില്ല. കാരണം ഞാൻ താലി കെട്ടാൻ പോകുന്ന പെണ്ണാ ഇവള്. അത് പെരുമ്പറ കൊട്ടി മുഴക്കാതെ ഈ നാട്ടുകാർക്ക് അറിയുകയും ചെയ്യാം. മിണ്ടി പോരുത്. ഒരു കാര്യം നീ കൂടെ അറിഞ്ഞു, ഒരു തേർഡ് റേറ്റ് പ്രോസ്റ്റിറ്റ്യൂട്ടിനെ ഞാൻ വാങ്ങിക്കില്ല. ഞാനല്ല ആരും. ഈ ഒരു ദിവസത്തിന് നീ എന്തുവരെയാണ് അവർക്ക് കൊടുത്തത്? അത് എത്രയായാലും ഞാൻ മടക്കി തരും. മടക്കി തരാനാണെങ്കിൽ ഒരുപാടുണ്ട്. അതൊക്കെ ഈ ജന്മം നിനക്ക് മടക്കി തരാൻ കഴിയില്ല. മയക്കുമരുന്നിന് കാശ് തികയാതെ ബോംബെയിലെ ചൂന്ന തെരുവുകളിൽ മാമാപ്പണി ചെയ്ത് നടന്ന കാലം അത് ഓർമ്മയുണ്ടോ രാജദേവർമ്മന്റെ സീമന്ത പുത്രന്? അന്ന് നീ കാരണം തകർന്നടിഞ്ഞ നൂറുകണക്കിന് പെൺകുട്ടികളുടെ ജീവിതം അത് മടക്കി കൊടുക്കാൻ കഴിയുമോ നിനക്ക്? വീടക്കടങ്ങൾ ഇനിയുമുണ്ട് അനവധി. അതിന്റെയൊക്കെ മുതലും പലിശയും ചേർത്ത് നിന്റെ എന്ന് വാങ്ങിച്ചിട്ടേ ഈ ദുർഗാതത്തിന് ഇവിടെ നിന്ന് മടങ്ങിപ്പോകും. നാവെടുക്ക പ്രാണിയെ പോലെ കരയാൻ മാത്രം വിധിക്കപ്പെട്ട നിഷ്കളങ്കയായ ഈ പെൺകുട്ടി അപമാനം ഭയന്ന് നാളെ ആത്മഹത്യ എങ്ങാനും ചെയ്താൽ പട്ടി കഴിവണ മോനെ ഒന്ന് ഓർത്തോ, അത് നിന്റെയും കൂടെ അവസാനമായിരിക്കും. എന്നെ അന്വേഷിച്ചു വന്നാണ് ഈ ഗായത്രി. അവളെ മടക്കി വീട്ടിൽ കൊണ്ടുവിടുന്നത് ഞാൻ തന്നെയായിരിക്കും. നിനക്ക് കഴിവുണ്ടെങ്കിൽ, തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ തടഞ്ഞു നോക്കാം. ജോലിയോ പോയി, ഇതെങ്കിലും ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ നോക്കും. സന്തോഷമായടാ, അച്ഛന് സന്തോഷമായി. നിന്നെ പഠിപ്പിക്കാനെന്നും പറഞ്ഞ് ചെലവാക്കിയ കാശ് പാഴായില്ലെന്ന് ഇപ്പോഴാ എനിക്ക് ബോധ്യായത്. നീ അച്ഛന്റെ മോൻ തന്നെയാടാ. നാട്ടുകാരെ മുഴുവൻ വിളിച്ചുകൂട്ടി ദേവഗൃഹത്തിലെ തമ്പുരാട്ടിക്കുട്ടി വേശ്യയാണെന്ന് നീ പറഞ്ഞപ്പോ അവരത് കണ്ണുമടച്ച് വിശ്വസിച്ചില്ലേ? നിനക്കറിയോ, ഈ ഒറ്റ രാത്രി കൊണ്ട് വിവാഹ കമ്പോളത്തിൽ ഗായത്രിയുടെ വില കുത്തനെ ഇടിയും. ആർക്കും വേണ്ടാതെ വലിച്ചെറിയപ്പെട്ടൊരു വാഴപ്പിണ്ടിയാണ് അവളിപ്പോ. കഴുത്തറ്റം മുങ്ങി നിൽക്കുന്ന തമ്പുരാക്കന്മാര് വെള്ളം കുടിച്ച് ചാവാതിരിക്കണമെങ്കിൽ ആ വാഴപ്പിണ്ടി കൊണ്ടൊരു ചെങ്ങാടം കെട്ടി നീ തന്നെ തുഴഞ്ഞെത്തണം രക്ഷകനായിട്ട്. ക്ഷമിക്കണം. പുറത്ത് കാത്തുനിന്നും അടുത്തപ്പോ നേരെ ഇങ്ങോട്ട് പോന്നു. ഇന്നലത്തെ ഷോക്കിൽ നിന്നും ഗായത്രി മാറിയിട്ടില്ല എന്ന് എനിക്കറിയാം. ഒരു പരിധിവരെ അതിന് കാരണക്കാരൻ ഞാൻ കൂടിയാണ്. ഒരിക്കലുമല്ല, എന്റെ വിധി അതാണ്. സ്വന്തം വീട്ടിൽ അന്യരെ പോലെ കഴിയുക. തറവാട് സ്വന്തമായിട്ട് പോലും അവകാശം ഉന്നയിക്കാൻ കഴിയാതെ മാനസികമായി തളർത്തിയിട്ടിരിക്കുക അച്ഛന്. പണ്ടേ എതിർത്തേനെ, പക്ഷേ എന്നെ കുറിച്ച് ഓർക്കുമ്പോഴാ അച്ഛന് ഭയം. ഇന്നലെ ഒരു ദിവസം കൊണ്ട് ഈ നാട്ടുകാരുടെ മുൻപിൽ ഞാൻ തെറ്റ് ചെയ്തവളായി, നശിച്ച പെണ്ണായി. കരയരുത്. നമുക്കും നമ്മുടെ മനസ്സാക്ഷിക്കും അറിയാം നടന്നത് എന്താണെന്ന്. അതോർത്ത് സമാധാനിക്കുക. ഞാനിപ്പോ വന്നത് ഇന്നലത്തെ ടെൻഷനിൽ ഗായത്രിയുടെ കയ്യിൽ നിന്ന് വീണുപോയ ഈ ചിലങ്കകൾ മടക്കി തരാനാണ്. അച്ഛന്റെ അമ്മയുടെയും ഒരുപാട് സ്വത്തുക്കൾക്ക് നടുവിൽ ലാളിച്ച് വഷളാക്കപ്പെട്ട ഒരു തമ്പുരാട്ടിക്കുട്ടി. അങ്ങനെ ഒരു ചിത്രമായിരുന്നു ഗായത്രിയെ കാണുമ്പോൾ എന്റെ മനസ്സിൽ. എന്റെ കണക്കുകൂട്ടലുകൾ തെറ്റി 100%. അച്ഛൻ പൂജാമുറിയില്ല, ഞാൻ വിളിക്കാം. വേണ്ട, ഞാൻ ഇറങ്ങട്ടെ. എന്റെ മകൻ എന്നോട് പറഞ്ഞപ്പോ ഞാനത് വിശ്വസിച്ചില്ല. ഇപ്പതേ കൺമുൻപിൽ കണ്ടു. നാട് നീളെ വ്യഭിചരിച്ച് നടന്നത് പോരാഞ്ഞിട്ടിപ്പോ വീട്ടിലും തുടങ്ങിയോ വ്യാപാരങ്ങളൊക്കെ? ആരുമില്ലാത്ത തക്കം നോക്കി വിളിച്ചു കയറ്റിയിരിക്കുക. ഞങ്ങളെയൊക്കെ സൽപ്പരെ കളഞ്ഞു കുളിച്ച് അടങ്ങുന്നുണ്ടോ? ഇഷ്ടക്കാരെ വിളിച്ചു വരുത്തി മകളെ അഴിഞ്ഞാടാൻ വിട്ടിട്ട് 24 മണിക്കൂറും പൂജയും ദേവാലയമായി കഴിഞ്ഞാ പോരാ. ഞാൻ എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നന്ദിയുണ്ട്. ഞങ്ങൾ രണ്ടാളെയും കരിവാരി തേക്കാനായിട്ട് എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്റെ മൂക്ക് വാങ്ങിക്കൊടുത്ത വേശ്യാപക്ഷത്തിന് എന്ത് വിലയാ ഞാൻ തരേണ്ടത്? പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
അയ്യോ പാവം. നിന്റെയൊക്കെ മുഖത്ത് നോക്കി തന്തയ്ക്ക് പിറക്കാത്തവന്മാരെ ഒന്ന് വിളിക്കാത്തത് എന്റെ സംസ്കാരം. തല്ലാനോങ്ങിയ കൈകൾ അരിഞ്ഞു വീഴ്ത്താത്തത് അമ്മയ്ക്ക് കൊടുത്ത വാക്ക്. പ്രതികാരത്തിന്റെ പഴയ കണക്കുകൾ തീർക്കാൻ ഒരുങ്ങിയിരുന്നെങ്കിൽ ഇതിനു മുമ്പേ ചോര കൊണ്ട് ഞാൻ എഴുതിയേനെ എന്റെ സാമ്രാജ്യങ്ങളുടെ ഭൂപടം. സ്വന്തം അമ്മയും പെങ്ങളെയും വരെ വേഷി എന്ന് മുത്തുകുത്തിക്കാൻ മടിക്കാത്ത നിന്റെയൊക്കെ ചങ്കൂറ്റത്തിന് മുമ്പിൽ എനിക്ക് ലജ്ജ തോന്നുന്നു. ഏത് നിരപരാധിയെയും കല്ലെടുത്തെറിഞ്ഞ് ഭാവിയാക്കുന്ന ആ പഴങ്കഥയുണ്ടല്ലോ, അതങ്ങ് മറന്നേര്. മോളെ, ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ കൈകൊണ്ട് അച്ഛൻ നിന്നെ തല്ലി. നിന്നോടൊന്ന് മുഖം കറുത്ത് സംസാരിക്കുന്നത് പോലും ഇഷ്ടമായിരുന്നില്ല കമലയ്ക്ക്. അവള് ഞാനീ ചെയ്തത് സഹിക്കുവോ? എനിക്ക് വേദനിച്ചില്ല അച്ഛാ. എന്തിനാ പിന്നെ സ്വയം ഇങ്ങനെ ഒരു ശിക്ഷ? മാർവലസ്, ഫാന്റാസ്റ്റിക്, മനോഹരായിരിക്കുന്നല്ലേ? നോക്കേ, റൊമാൻസ്. ഫോട്ടോഗ്രാഫി ഒരു ഹോബിയാണല്ലേ? പക്ഷെ മോഡലിംഗ് എന്റെ പ്രൊഫഷൻ അല്ല. ഗീവ് മീ ദി നെഗറ്റീവ്സ്. ദേവഗ്രഹം. ഇത് നിനക്ക് എവിടുന്ന് കിട്ടി? ദേവഗ്രഹം മുഖവാൽ കണ്ണാടി. ഒരുപാട് രാജസുന്ദരിമാർ ഇത് നോക്കി വാലിട്ട് കണ്ണെഴുതിട്ടുണ്ടാവും, ഇല്ലേ അമ്മേ? അത്ഭുതം വേണ്ട, ഇതിപ്പോ നമുക്ക് സ്വന്തം. ഒരിക്കൽ പോലും സ്വന്തം മുഖം കണ്ണാടിയെ നോക്കി ഒരു പൊട്ടുപോലും തൊട്ടിട്ടില്ലല്ലോ. ഇനി ഇതിലൂടെ കണ്ണുനീർപ്പാട് വീണ ഈ മുഖം ഇഷ്ടം പോലെ നോക്കാം. ഒരു സ്വപ്നം വിലയ്ക്ക് വാങ്ങിയ സുഖമുണ്ട് എനിക്കിപ്പോ. നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ദേവഗ്രഹത്തിലെ തമ്പുരാക്കന്മാർ വീറോടെ വലിച്ചെറിഞ്ഞ കല്ലുകൾക്കിടയിൽ നിന്ന് എന്നെയും രക്ഷിച്ച് എങ്ങോട്ടെന്നില്ലാതെ വേണ്ടപ്പെട്ടതെല്ലാം ഇട്ടെറിഞ്ഞോടിയ ഒരു രാത്രി, അത് ഓർമ്മയുണ്ടോ അമ്മയ്ക്ക്? ആ ദേവഗ്രഹത്തിന്റെ കല്ലുകൾ ഇപ്പോ തനിയെ ഇളകി വീഴാൻ തുടങ്ങിയിരിക്കുന്നു. തമ്പുരാക്കന്മാർ തമ്മിലടിച്ച് മരിക്കാൻ അവസരം കാത്തിരിക്കുന്നു. ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി ഉത്തരവും കഴുക്കോലും പൊളിച്ചു വിൽക്കുന്ന കാലത്തിന് ഇനി താമസമില്ല. ഭരതവർമ്മ തമ്പുരാനും വീട്ടുകാർക്കും എന്തെങ്കിലും അപകടം? ശപിക്കാനറിയാത്ത അമ്മയ്ക്ക് അങ്ങനെ ഒരു സംശയം വേണ്ട. തമ്പുരാട്ടി രോഗം കലച്ചിലായി മരിച്ചു. സ്വന്തം മകളെ പോലെ വളർത്തിയ ദത്തുപുത്രിക്ക് ഇപ്പൊ തമ്പുരാൻ കാവലിരിപ്പാണ്. ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ നിന്നോട് പ്രത്യേകം പറഞ്ഞല്ലേ അവിടെ പോരുതെന്ന്. അമ്മയുടെ വാക്കുകൾ ധിക്കരിച്ചിട്ടല്ല, പോകരുതെന്ന് കരുതിയതാണ്. പക്ഷെ പോകേണ്ട സാഹചര്യം വന്നു. എല്ലാരെയും കണ്ടു. ഭരതവർമ്മ തമ്പുരാനെയും രാജദേവവർമ്മനെയും ഗിരിയെയും എല്ലാം. കണ്ണമ്മ, നീ ആ പുടവ നെയ്ത് കഴിഞ്ഞു. തമ്പുരാന് തിരുവിഴാന്നാളിന് മുമ്പേ അത് കൊടുക്കാനുള്ളതാ. ഇനിയുണ്ടല്ലോ അച്ഛാ 3 ദിവസം. കഴിവതും വേഗം പുടവ ദേവഗ്രഹത്തിൽ എത്തിക്കാൻ നോക്ക്. ശരി. മനോഹരമായിരിക്കുന്നു.
ഞാൻ കരമൊഴിവായി തന്നെടുത്താൻ നിന്റെ വീട്. പക്ഷെ ആണ്ടോടാണ്ട് നീയും ചെല്ലയ്യനും കൂടി ഇങ്ങനെ പുടവ നെയ്തു തരാൻ തുടങ്ങിയ ഞാൻ നിങ്ങൾക്ക് കടക്കാരനായി പോകും. തെറ്റെന്റേതാണ്, എന്റേത് മാത്രം. 7 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ തെറ്റ് എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഈശ്വരൻ അതിന് എനിക്ക് നൽകിയ ശിക്ഷ കുറച്ച് ക്രൂരമായി പോയി. കമലയ്ക്കൊരു കുഞ്ഞിനെ നൽകാൻ എനിക്കായില്ല. ഒരു വിമാനാപകടത്തിൽ മരിച്ചുപോയ എന്റെ സഹോദരിയുടെ മകളായ ഗായത്രി മാത്രമാണ് ഇപ്പോഴുള്ള ഏക ആശ്വാസം. തമ്പുരാൻ വിഷമിക്കരുത്. അച്ഛൻ ആരെന്നറിയാത്ത എന്റെ കുഞ്ഞിന്റെ നേരെ പരിഹാസങ്ങൾ ഉണ്ടാകുമ്പോഴും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അവന്റെ അച്ഛൻ അങ്ങാണെന്ന്. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം അതാരും അറിയുകയുമില്ല. ഇത് സത്യം. ഉടുതുണി നെയ്ത്ത് മാത്രമല്ല, അത്യാവശ്യം കാശുള്ള തമ്പുരാക്കന്മാരുടെ മുമ്പിൽ നീ അത് അഴിക്കുകയും ചെയ്യും, അല്ലേടേ? നീയും തമ്പുരാനും തമ്മിലുള്ള രഹസ്യബന്ധം ഞങ്ങൾക്കും അറിയാം. അത് 4 പേരറിഞ്ഞ് നാറുന്നതിന് മുമ്പ് ഒതുക്കി തീർക്കുന്നതല്ലേ ബുദ്ധി? വാടി വിളിക്കോളൂ. തന്നെ നുള്ളിക്കളഞ്ഞിരുന്നുവെങ്കിൽ ആ നെയ്ത്തുകാരിയുമായിട്ടുള്ള ഭരതവർമ്മയുടെ ബന്ധം ഇത്രത്തോളം വളരില്ലായിരുന്നു. അനന്തരാവകാശമായിട്ട് സ്വന്തം മക്കളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എല്ലാം നമ്മുടെ കയ്യിലൊക്കെ തന്നെയല്ലേ വന്ന് ചേരൂ. എന്ന് പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റില്ല. ദത്തെടുത്ത് വളർത്തിയ മകളില്ലേ ഗായത്രി, അതും അല്ലെങ്കിൽ പിന്നെ കണ്ണമ്മ എന്ന തേവിടിശിയുടെ ജാരസന്തതിക്കാവും ആ രാജയോഗം. അതില്ലാണ്ടാക്കാൻ എന്താ ഒരു മാർഗം? മാർഗമൊക്കെ ഉണ്ട്. ഒരു കലാശക്കളി വേഷം കിട്ടിയാടാൻ നമുക്കൊരാള് വേണം. നിങ്ങളോ? നിങ്ങളെന്തിനാ വാതിലടച്ചത്? ചുമ്മാ ഒരു തമാശക്ക്. മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഒച്ചയെടുത്ത് ആളുകളെ വിളിച്ചു കൂട്ടിക്കോ, അതാണ് എനിക്കും ആവശ്യം. കണ്ണമ്മ ആരുമില്ലേ? കണ്ണമ്മേ, നിന്നോടൊരു കാര്യം പറയാനാ ഞങ്ങൾ വന്നത്. ഇത് നമ്മുടെ വാവച്ചനല്ലേ? നിനക്ക് എന്താണ് ഇവിടെ കാര്യം? ആരും ഇല്ലാത്ത സമയം നോക്കി ഇവിടെ എന്നോട് വരാൻ പറഞ്ഞു. ഇല്ല. എടി തേവിടിച്ച്. നാട്ടുകൂട്ടം നാട്ടുകൂട്ടം നാട്ടുകൂട്ടം. ഇനി എന്താ കണ്ണമ്മയ്ക്ക് പറയാനുള്ളത്? ഈ ഉള്ളവള് പറയുന്നത് സത്യമാണ്. അങ്ങനെ വിശ്വസിക്കണം. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇതാരോ കരുതിക്കൂട്ടി ചെയ്ത ചതിയാണ്. എനിക്കൊന്നും അറിയില്ല. അയ്യോ പാവം, ഇയാൾ ആരാണെന്ന് പോലും അറിയില്ലെന്ന്. അടി ഞാനും ഈ നാട്ടുകാരും കൺമുമ്പി കണ്ടതോ? ഒന്ന് ചോദിച്ചോട്ടെ കണ്ണമ്മേ, നിന്റെ കൊച്ചിന്റെ തന്ത ആരാ? പറയടി, ചെറുക്കന്റെ തന്ത ആരാണെന്ന്. നിന്നെ പോലെ ഒരു വേശ്യ ഇവിടെ താമസിക്കുന്നത് ഈ നാടിന് തന്നെ അവമാനമാണ്. ഇതേ തെറ്റ് തന്നെ രുക്മിണി ചെയ്തപ്പോ ഈ നാട്ടുകൂട്ടം കൊടുത്ത ശിക്ഷ തന്നെ ഇവൾക്ക് വിധിക്കണം. അതിനൊരു തുടക്കം കുറിക്കാനായിട്ട് ആദ്യം തമ്പുരാൻ തന്നെ അറിയാം. നാട്ടുകാർ കൈയോടെ പിടികൂടി ഒരു പിഴച്ച പെണ്ണിനെ രക്ഷിക്കാൻ ശ്രമിച്ച ഈ നാട്ടുകാരുടെ ഇടയിൽ അങ്ങനെ അന്തസ് തകരും. എറിയണം. ഞാൻ കാരണമാണ് നിനക്കിതൊക്കെ സംഭവിച്ചതെന്ന് ഓർക്കുമ്പോ ഒരിക്കലുമല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കാതിരുന്നാൽ മാത്രം മതി. ഇനിയും നിങ്ങൾ ഇവിടെ താമസിക്കുന്ന അപകടം. ചെല്ലയ്യൻ ഇവിടെ ഉറങ്ങാണ്. ഇത് കണ്ണമ്മയുടെ പേര് ഞാൻ എഴുതിയ കുറച്ച് വസ്തുക്കളുടെ പ്രമാണമാണ്. സൂക്ഷിക്കണം. വേണ്ട, ഒന്നും വേണ്ട. അങ്ങയുടെ സ്നേഹം മാത്രം മതി എനിക്ക്. എവിടെ നമ്മുടെ മകൻ?
നിങ്ങൾ എന്താ ഈ കാട്ടണേ? നാട്ടുകാർ മുഴുവൻ പിന്നാലെയുണ്ട്. വെറുതെ ഒച്ചപ്പാടുണ്ടാക്കി നിങ്ങൾ തമ്മിലുള്ള ബന്ധം ആളുകളെ കൂടി അറിയിക്കണ്ട. അങ്ങേക്ക് നാട്ടുകാരുടെ ഇടയിലുള്ള സൽപ്പേര് നഷ്ടപ്പെടാതിരിക്കാനാ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. തിരിക്കും തമ്പുരാനെ കൂടെ ഉണ്ടോന്ന് അറിയട്ടെ അവര്. ഇനി ഈ താക്കോൽ കൂട്ടം ഞാൻ അരെ തൂക്കി നടക്കുന്നതിൽ ഒരർത്ഥമില്ല. എല്ലാത്തിനും ഞാൻ കൂട്ടു നിന്നിട്ടുണ്ട്. തമ്പുരാന്റെ ഈ അവസ്ഥയിൽ ഇവിടെ നിന്ന് വിട്ടുപോകാൻ പാടില്ലാത്തതുമാണ്. പക്ഷെ മറ്റുള്ളവരുടെ തോന്നിയാസങ്ങൾ കണ്ട് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയണില്ല. പോവാണ്, എതിർക്കരുത്. തനിക്കായിട്ട് തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. ഒത്തിരി സ്നേഹം അങ്ങ് തന്നിട്ടുണ്ട്. ഒരുപാട് സഹായം ഞാൻ പറ്റിയിട്ടുമുണ്ട്. അത് തന്നെ ധാരാളം. തമ്പുരാന്റെ സ്നേഹം മാത്രം മതി എനിക്ക്. ഈ ശരീരത്തിൽ ശ്വാസം നിലയ്ക്കുന്നവരെ അതൊന്നും മറക്കില്ല. ഒരിക്കലും ഒരിക്കലും. മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് കേട്ടിട്ടേ ഉള്ളൂ. അതെ, പക്ഷെ അങ്ങനെ ഒരാളെ ജീവനോടെ നേരിട്ട് കാണുന്നത് ആദ്യമാണ്. അല്ലേടഗിരി? പിന്നല്ലാതെ. തമ്പുരാൻ എവിടെയൊക്കെ ഉണ്ട് വെപ്പാട്ടിമാര്. അവർക്കൊക്കെ താങ്കൂടെ കൂട്ടിയേർന്ന് എന്തൊക്കെ എഴുതി തള്ളിയിട്ടുണ്ടോ? കരവഴുവായിട്ടെന്നും ഇഷ്ടദാനമായിട്ടെന്നൊക്കെ പറഞ്ഞ് തമ്പുരാൻ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. കണ്ണമ്മയ്ക്ക് എഴുതി കൊടുത്ത ആ ഇഷ്ടദാനം ആലോചിച്ച തെറ്റൊന്നും പറയാനൊക്കില്ല. അവൾക്കും മോനും 2 ജന്മം കഴിയാനുള്ള അത്ര സ്വത്ത് ഈ കൈ കൊണ്ട് ഞാനാ എഴുതി കൊടുത്തത്. അന്ന് ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ആ കഴുകതമോട്ട് ഈ സ്വത്തൊക്കെ തിരിച്ചെഴുതി വാങ്ങിക്കാമായിരുന്നു. ഒരേക്ക് തീ പിടിച്ച് ചത്ത് 16 അടിയന്തരവും പുലകുളിയും കഴിഞ്ഞ് പുല്ലും കിളിർത്തപ്പോ സർക്കാർ അവാർഡ് ഒലത്താൻ പോണത്. തമാശ പറയല്ലേ പെണ്ണുപിള്ളേ. ചിരിക്കാനുള്ള പരുവത്തിലല്ല ഇപ്പൊ എന്റെ അവസ്ഥ. ഈ അവാർഡ് വാർത്ത അറിഞ്ഞപ്പോൾ മാഡത്തിന് ആദ്യം തോന്നിയ വികാരം? ഒരു കുഗ്രാമമായിരുന്ന എന്റെ ഗ്രാമം 10 പേര് അറിയുമല്ലോ എന്ന സന്തോഷം. ഗ്രാമത്തിന്റെ പേര് കണ്ണാടിപ്പുഴ. മാതൃശബ്ദം പത്രത്തിൽ മാഡമായിട്ടൊരു ഇന്റർവ്യൂവിന് വിരോധമില്ല. താങ്ക് യു. ഇതാരാ? എന്റെ മകനാ ദത്തൻ. പത്രക്കാർ വന്ന് പടമെടുത്തെന്ന് കരുതി അധികം നെകളിക്കണ്ട. നിങ്ങളോ? അതേടേ, ഞാൻ തന്നെ, രാജദേവവർമ്മ. ഇവര് പത്രക്കാരൊന്നുമല്ല, എന്റെ മക്കളാ. തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? ജീവിതകാലം മുഴുവനും ക്രൂരതകളും ചതിയും വിനോദമാക്കിയ നിങ്ങളെ ഇതിലും നേരത്തെ ഞാൻ പ്രതീക്ഷിച്ചു. സത്യങ്ങൾ മാത്രം പറയുകയും എല്ലാം അനുസരിക്കുകയും ചെയ്തില്ലെങ്കിൽ ഈ ഫോട്ടോകൾ അടിച്ചു വരുന്നത് ചിലപ്പോ ചരമവാർത്ത കോളത്തിലായിരിക്കും. മനസ്സിലായോ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഭരതവർമ്മ നിനക്ക് എഴുതി തന്ന വസ്തുക്കളുടെ പ്രമാണങ്ങൾ എവിടെ? അത് മുഴുവൻ എനിക്ക് തിരിച്ചു കിട്ടണം. ഭീഷണിയാണോ? എങ്കിൽ രാജദേവവർമ്മ തമ്പുരാൻ അറിയണം, ചെയ്യാത്ത തെറ്റുകളുടെ പേര് നിങ്ങൾ കൂട്ടം ചേർന്ന് വേശ്യെന്ന് മുദ്ര കുത്തിയ ആ നിമിഷം മുതൽ എനിക്ക് നിങ്ങളോട് തോന്നിയിരുന്ന ഭയവും ബഹുമാനവും എല്ലാം മരിച്ചുപോയി. ഇനി നിങ്ങളുടെ ആജ്ഞകൾക്ക് എന്റെ മുമ്പിൽ ഈ നാട്ടിലൊരു പുല്ലിന്റെ വില പോലും ഇല്ല. അക്ഷരാഭ്യാസമില്ലാത്ത കുറച്ച് ഗ്രാമീണരുടെ പിൻബലം വെച്ച് അഹങ്കരിക്കരുത്. അത് തീരുമാനിക്കേണ്ട ഞാനാണ്.
ദേവഗ്രഹത്തിലെ രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ നൊന്ത് പ്രസവിച്ച അമ്മ എന്ന നിലയിൽ എനിക്ക് അഹങ്കരിക്കാം. വിയർപ്പിന്റെ വിലയാക്കിയിട്ടിരിക്കുന്ന ഈ അവാർഡിന്റെ പുറത്ത് വേണമെങ്കിൽ എനിക്ക് അഹങ്കരിക്കാം. ഇനിയും കേൾക്കണോ? കേട്ടു. ആശ്രിത വത്സലയായ കണ്ണമ്മയുടെ വീരകഥകൾ ഈ ഗ്രാമത്തിലുള്ളവർ പറഞ്ഞു ഒരുപാട് കേട്ടു. നിങ്ങൾ പ്രതികാരം ചെയ്യാനയച്ച നിങ്ങളുടെ മകൻ ദുർഗാദത്തിനെ കുറിച്ച് ഞാൻ എന്റെ മകനോടൊരു വാക്ക് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് പോലും അറിയാൻ കഴിയില്ല. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത്. നിന്നാൽ കഥ പറഞ്ഞു തന്ന ഈ ഗ്രാമത്തിലുള്ളവർ കടന്നിലുകളായി കൂട്ടത്തോടെ ഇണങ്ങി വരും. മുന്നിലും പിന്നിലും നിന്ന് നിങ്ങൾ എന്നോട് ചെയ്തു കൂട്ടിയ ദ്രോഹത്തിന്റെ കഥകൾ ഞാൻ അവരോട് വിളിച്ചു പോവും. വികൃതമായ മുഖത്തോടെ ആവും പിന്നെ തമ്പുരാക്കന്മാർക്ക് ഇവിടെ വിടേണ്ടി വരിക. அம்மாவை யாரோ கொலை பண்ண வந்திருக்கான். நம்ம தான் போய் காப்பாற்றணும். கத்தி கம்பெனி எடுத்து சீக்கிரம் வாங்கலாம். நம்ம போய் காப்பாற்றணும். வாங்கலாம் வாங்கலாம். வாங்கலாம். നേരത്തെ രാജദേവവർമ്മ തമ്പുരാൻ പറഞ്ഞില്ലേ ആശ്രിത വത്സലയാണ് കണ്ണമ്മ എന്ന്? അതെ, ആശ്രിത വത്സല തന്നെയാണ് കണ്ണമ്മ. വിശ്വാസം വരുന്നില്ലെങ്കിൽ നോക്ക്. ഇനി പറയൂ, ഈ കണ്ണമ്മയുടെ നേർക്ക് ചെറുവരിലൊന്ന് അനക്കാൻ പോലും ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക്? வெளியூர்காரங்க நம்ம கிராமத்துல கிராட ஒண்ணு வந்திருக்கியா? வெளியில வர சொல்லுங்க. பட்டு துண்டு துண்டு மாக்கிறேன். വേണ്ട, പൊയ്ക്കോളൂ. ஊத்தராமண்ணே கத்திக்கிறேன் வண்டி. വേണ്ട, ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ മതി. നിങ്ങളും നിങ്ങളുടെ വണ്ടിയുമെല്ലാം കത്തിക്കരിഞ്ഞ് ചാമ്പലാവും. പക്ഷെ പ്രതികാരം ഞാനും എന്റെ മകനും പണ്ടേ മറന്നു കഴിഞ്ഞു. ഇനിയും അതിന് മുതിർന്നാൽ കണ്ണമ്മയുടെയും മകന്റെയും യഥാർത്ഥ മുഖം നിങ്ങൾ കാണും. ഓർമ്മയിരിക്കട്ടെ. വന്ന ഒരു നെയ്ത്തുകാരിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്നൊക്കെ പറഞ്ഞാൽ സാർ അങ്ങനെ പറയരുത്. ഇന്ന് നടന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോ നാളെ സംഭവിക്കാൻ പോകുന്നത്. ഏതോ പത്രക്കാർ ഇന്റർവ്യൂ വന്നപ്പോ നിങ്ങളുടെ അമ്മയും ആളുകളും അപമര്യാദയായി പെരുമാറിയെന്നാണല്ലോ ഞങ്ങൾക്ക് കിട്ടിയ ന്യൂസ്. അപ്പോ ഞാൻ ഉദ്ദേശിച്ചതിലും വേഗം ന്യൂസ് പുതിയ രൂപത്തിൽ ഇവിടെ എത്തിക്കഴിഞ്ഞു അല്ലേ? ആക്രമണ ബുദ്ധിയോടെ വീട്ടിൽ കയറിയത് ആരാണെന്നും അവരെവിടെയുണ്ടെന്നും എനിക്കറിയാം സാർ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അതിർത്തിയിൽപ്പെട്ട സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യാണ് മിസ്റ്റർ വേണ്ടത്. അതിർത്തിയും സ്റ്റേഷനും കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും എല്ലാം നഷ്ടപ്പെടുന്നത് എനിക്കായിരിക്കും. കൂടുതൽ പ്രകടനമൊന്നും ഇവിടെ വേണ്ട. പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞില്ലേ? നിങ്ങൾക്ക് പോകാം. എനിക്ക് വേറെ പണിയുണ്ട്. എന്താണ് സാറിന്റെ പണി? ഇവിടെ നടക്കുന്ന അഴിമതിക്ക് കൂട്ടു നിൽക്കുന്നതോ? അതോ ഈ രാജ്യത്തെ രഹസ്യങ്ങൾ ചോർത്തി കോടിക്കണക്കിന് ഡോളർ വിലയ്ക്ക് വിദേശത്ത് വിളിക്കുന്ന തേവടിച്ചുകൾക്ക് കുറവടിക്കുന്നതോ? ഒരു മകൻ എന്ന നിലയ്ക്ക് അമ്മയ്ക്ക് നേരെയുള്ള ആക്രമണം എങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം. ഓ, അതിനു മുമ്പ് നിയമത്തിന്റെ സഹായം തേടി വന്നതായിരിക്കും ഞാൻ ചെയ്ത തെറ്റ് അല്ലേ? കൂലിത്തല്ല് തൊഴിലാക്കിയിരുന്ന പൂർവ്വ ചരിത്രമുള്ള ചില നേതാക്കന്മാരുടെ കക്കൂസിന് പുറത്തുപോലും തോക്കും പിടിച്ച് കാവൽ നിൽക്കേണ്ടി വരും നിങ്ങളൊന്നറിയണം. ആകാശം കീഴ്മേൽ മറിഞ്ഞാലും നെയ്ത്തുകാരി കണ്ണമ്മയ്ക്ക് ഇനിയൊരു പോറൽ പോലും ഏൽക്കില്ല. നിയമം കയ്യിലെടുക്കാൻ നിങ്ങൾക്കാരും അധികാരം തന്നിട്ടില്ല. ഒന്ന് ചുമ്മാ ഇരിക്കണം സാർ. അമ്മയുടെ വയറ്റിൽ നിന്ന് പിറന്നു വീണ നിമിഷം മുതൽ അതിനുള്ള അധികാരം എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ വിൽ ഹാവ് ഇറ്റ്. പട്ടി കഴിവരുടെ മോള് എന്ത് കണ്ടിട്ട് അവൾ ഇത്ര ഞെളിയുന്നത്? അച്ഛനൊരു വാക്ക് പറഞ്ഞാൽ മതി, അവളുടെ കാര്യം ഞങ്ങളേറ്റു. അവരെന്നാ അവാർഡ് വാങ്ങുന്നത്? ஜூன் 15. ജൂൺ 15 അത് അവളുടെ ചരമദിനമായിരിക്കും. ഇവനിത് എവിടെ പോയി? അവാർഡ് വാങ്ങാൻ പോകുമ്പോ കൂടെ ഉണ്ടാവണമെന്ന് ദത്തനോട് പ്രത്യേകം പറഞ്ഞതാ. ഇനിയും കാത്തിരുന്നാൽ സമയത്തിന് എത്താൻ കഴിയില്ല. അവൻ വന്ന് അങ്ങോട്ട് വരാൻ പറയൂ. சரிங்கம்மா. അവാർഡ് വാങ്ങാനുള്ള യാത്രയാണല്ലേ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഞങ്ങൾക്ക് വേണ്ടതോ ദാ നോക്ക്. ആശ്രിത വത്സലയായ കണ്ണമ്മയ്ക്ക് ഒരു പാരിതോഷികം തരാൻ തക്ക യോഗ്യതയൊന്നും എനിക്കില്ലെന്നറിയാം. എന്നാലും എന്റെ വക ഒരു എളിയ സമ്മാനം.
ദേവഗ്രഹത്തിലെ ഭരതവർമ്മ തമ്പുരാനാണ് നിന്റെ അച്ഛൻ. മനുഷ്യൻ പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. മോനെ. അമ്മേ ദത്ത, മകനെ എന്ന് വിളിക്കാൻ എനിക്ക് അർഹതയില്ല. ആഗ്രഹമുണ്ടെങ്കിലും അതിനുള്ള അധികാരമില്ല. അതുകൊണ്ട് ആ പേര് വിളിച്ചത്. അമ്മ പറഞ്ഞറിയുന്നതിന് മുമ്പ് നിങ്ങളൊരു ശത്രുവായിരുന്നു എന്റെ മനസ്സിൽ. പക്ഷേ ഇപ്പോഴങ്ങനല്ല. ചെയ്തു പോയ തെറ്റിന് ശിക്ഷകൾ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു. ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. എങ്കിലും ഈ ചിതാഗ്നി സാക്ഷി നിർത്തി ഞാൻ എന്ത് പ്രായച്ചിത്തമാണ് ചെയ്യേണ്ടത്? അരുത്. ഒരു ദിവസം ഞാൻ വരും ദേവഗ്രഹത്തിലേക്ക്. അങ്ങ് ക്ഷണിക്കാതെ തന്നെ. Help you, sir? What a surprise, അല്ലേ? ഇന്നലെ വരെ പാവപ്പെട്ടവരുടെ കണ്ണീരും ചോരയും കൊണ്ട് അഭിഷേകം ചെയ്ത് നീ പൂജിച്ചിരുന്ന ദൈവം ഒരു സുപ്രഭാതത്തിൽ കാലുമാറി എന്റെ കൂടെയായി എന്ന് കേട്ടാൽ നീ ഞെട്ടും, അല്ലടാ? കണ്ണമ്മയുടെ മകൻ ദുർഗാദത്തൻ, നീ ആരാധിക്കുന്ന ദുർഗാദേവിയുടെ അവതാരമെടുത്ത് നിന്റെ തന്നെ യമനായി വരുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല, അല്ലേ? ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന ആയുസിന്റെ ദൈർഘ്യം നിശ്ചയിക്കാൻ നിനക്കാരും അധികാരം തന്നിട്ടില്ല. നീ അങ്ങനെ ചെയ്താൽ നിന്റെ ആയുസ് കൊടുക്കാൻ ദൈവം മറ്റൊരാൾക്ക് അധികാരം കൊടുത്തിരിക്കും. അതെനിക്കാണ്. കണ്ണമ്മയുടെ അച്ഛൻ ബന്ധു മരിച്ചപ്പോൾ അനുഭവിച്ച പ്രാണവേദന അതെന്താണെന്ന് നിനക്കറിയില്ല. അത് നീ അറിയണം. ഈ ദിവസത്തിന്റെ പിന്നിലെ ഐതിഹ്യം അറിയുവോ തമ്പുരാന്? ദുഷ്ടനിഗ്രഹത്തിനായി ജന്മമെടുത്ത ഈശ്വരൻ നരകാസുരനെ കൊന്ന ദിവസമാണെന്ന്. നാടും നഗരവും മത്താപ്പൂക്കളും പൂത്തിരിയും കത്തിച്ച് ആഹ്ലാദിക്കുന്ന ഈ മുഹൂർത്തമാണ് നിനക്ക് മരിക്കുവാനും എനിക്ക് നിന്നെ കൊല്ലുവാനും പറ്റിയ ശുഭമുഹൂർത്തം. സ്വന്തം മരണം ഒരു ഉത്സവം പോലെ ആഘോഷിച്ച് മരിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാണ് നീ. The most lucky man in the world.
രാവിലെ മുതല് രണ്ടാളും ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ഈ പാലെങ്കിലും കുടിക്കേ. എല്ലാരും പറയുന്നത് ഗായത്രി ഞങ്ങളുടെ അച്ഛനെ കൊല്ലിച്ചെന്ന്. നേരാണോ? നീയും കൂടി ഇങ്ങനെ ആയാ പിന്നെ കുട്ടികൾക്കൊരാശ്വാസത്തിനാരാ? കുറച്ച് കഴിയുമ്പോ ഗിരിയുടെ ശവശരീരവും കൊണ്ട് എല്ലാരും ഇങ്ങെത്തും. ശരീരമല്ല, പകുതി വെന്ത് തുന്നിക്കെട്ടിയ കുറച്ച് മാംസകഷ്ണങ്ങൾ. അച്ഛനും മകളും കൂടി ശവം എതിരേക്കാൻ നിന്നതായിരിക്കും. എങ്കിൽ ഒരു ശവമെടുപ്പിലൂടെ ഒരുങ്ങിക്കോ. തന്റെ മാനസികമായി ഞാൻ വളരെ ഡിസ്റ്റർബ്ഡാ. അതിനൊരു റിലാക്സേഷൻ ആയിക്കളയാമെന്ന് കരുതിയ കുറച്ചു കാലത്തിന് ശേഷം ഇങ്ങനൊരു തൂടൽ. ആ തീരുമാനം എന്തായാലും നന്നായി. നിന്റെ പെങ്ങളെടുത്ത ട്രാൻസ്പെറൻസി മുഴുവനും ഞങ്ങൾക്ക് കാണാനും കഴിയുമല്ലോ. നോക്കടാ. അയ്യോടാ, പൂക്കളോടും കിളികളോടും ഒക്കെയുള്ള പ്രേമം ഇവന്റെ പെങ്ങൾക്ക് ഈ തെമ്മാടിയോടും തോന്നി തുടങ്ങിയേ. എന്താണോ പറഞ്ഞു? അവക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിലേ അത് എവിടെ എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് എനിക്കറിയാം. മാറാം. ഗ്രാഫിയോടുള്ള പ്രേമം തലയ്ക്ക് പിടിച്ചപ്പോ അച്ഛന്റെ ശത്രുവിനെ കിട്ടിയോടെ നിനക്ക് മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ. എന്ത് പറ്റി ചേട്ടന്? ഭ്രാന്ത്. ദുർഗാദത്തിന് ആരാ നിന്റെ? പഴയ കളിക്കൂട്ടുകാരനല്ലാത്ത സ്ഥിതിക്ക് പിന്നെ ആരാ? കാമുകനോ? അങ്ങനെ വല്ല മോഹവും മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് മറന്നു കളഞ്ഞേരെ. കഴുത്തി താലി വീഴുന്നതിന് മുമ്പ് വിധവയാകണ്ട. ദുർഗാദത്തൻ ഡബിൾ. രാജകുമാരൻ എങ്ങോട്ടായി നേരത്ത്? ഹേയ്, ഞെട്ടലൊന്നും വേണ്ട. ഇത് താങ്കളുടെ കാസ്റ്റീരിയോയിൽ നിന്നാണ്. ആ മുഖത്തെ ഇപ്പോഴുള്ള ഭാവം എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ഇതെല്ലാം ചോദിക്കാൻ താനാര് എന്ന ഭാവം അല്ലേ? പറയാം. ദുർഗാ ദത്തൻ, നമ്മൾ തമ്മിൽ ഇത്രയ്ക്ക് പരിചയമായ സ്ഥിതിക്ക് നിനക്കൊരു മുന്നറിയിപ്പ് തരേണ്ടത് എന്റെ ബാധ്യത. ഈ കാറിനുള്ളിൽ ഞാനൊരു ബോംബ് വെച്ചിട്ടുണ്ട്. വാഹനം നിന്നാൽ അത് പൊട്ടിത്തെറിക്കും. പക്ഷേ നീ എന്നെ അനുസരിച്ചാൽ നിന്നെ ഞാൻ സഹായിക്കാം. ഇവിടെ നിന്ന് 12 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ഒരു കടൽക്കര കാണാം. അവിടെ നിന്ന് നേരെ ഇടത്തേക്ക് തിരിയുക. ചെമ്മൺ നിരത്തിലൂടെ തുടങ്ങി മൊട്ടക്കുന്നുകൾക്ക് താഴെയുള്ള താറിട്ട റോഡിലൂടെ റൈറ്റിലേക്ക് തിരിയുക. അപ്പോൾ ചെന്നെത്തുന്നത് വെട്ടുകല്ലിൽ തീർത്ത ഒരു പഴയ കോട്ടയുടെ മുമ്പിലുള്ള നിരത്തിലാണ്. ഈ വഴി അവസാനിക്കുന്നിടത്ത് നാം തമ്മിൽ കണ്ടുമുട്ടുന്നു. ബോംബെന്ന് കേട്ടാൽ പേടിയാണ് അല്ലടാ? പാവപ്പെട്ട കണ്ണമ്മയുടെ മകന്റെ എവിടെ നിന്നാടാ ബോംബ്?
ഒരു ലാർജും കൂടെ ഒഴിക്കടോ. ഐസിറോ ഏത് തെണ്ടിയാടാ? നിന്റെ തന്തയുണ്ടല്ലോ രാജദേവവർമ്മൻ, അയാൾ ദേവഗ്രഹത്തിലെ ഭരതവർമ്മ തമ്പുരാനെ ചതിച്ചുണ്ടാക്കിയ സമ്പാദ്യങ്ങൾ മുഴുവനും നിന്റെ പേരിലാണെന്ന് എനിക്കറിയാം. അത് ഭരതവർമ്മ തമ്പുരാന്റെ പേരിൽ തിരിച്ചെഴുതണം. ഇല്ല, ഈ ജന്മം നിങ്ങൾക്ക് അതിന് കഴിയില്ല. ഓഹോ, കഴിയില്ലല്ലേ? രാജദേവർമ്മന്റെ പേരിലുണ്ടായിരുന്ന സ്വത്തുക്കളുടെ മുഴുവൻ അവകാശിയാണ് ഇവൻ. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. ഇനി നിങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള രേഖകളിൽ ഇവനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചാൽ മാത്രം മതി. യഥാർത്ഥ ഉടമസ്ഥന് നേരെ നിങ്ങൾ ഭീഷണി പ്രയോഗിക്കുകയാണ്. അയാൾക്ക് സമ്മതമല്ലെങ്കിൽ ഞാൻ അതിന് കൂട്ടു നിൽക്കില്ല. ഇവന് സമ്മതമാണ്, ഒന്നല്ല 100 വട്ടം. വിശ്വാസം വരുന്നില്ല, കേട്ടോളൂ. എനിക്ക് സമ്മതമാണ്, സമ്മതമാണ്. രജിസ്ട്രാർ സാറേ, ഇനി കർത്തവ്യത്തിലേക്ക് കിടക്കാം. കള്ളോപ്പൊന്നുടല്ലേ, ഇടി വാങ്ങിച്ചു കൂട്ടുന്നീ. പഴയ വെപ്പാട്ടിയുടെ മകനെ കൊണ്ട് പ്രതികാരം ചെയ്യിക്കാനാണ് ഭാവമെങ്കിൽ ഭരതവർമ്മ തമ്പുരാൻ കുറച്ചുകൂടി അനുഭവിക്കേണ്ടി വരും. അപ്പൊ കണക്ക് തീർക്കൽ ഇത്തിരി സുഖം കൂടും. ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ലാത്ത എന്തൊക്കെയാ താൻ വിളമ്പണേ. മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ ഇനി കൺമുമ്പിൽ ഞാൻ കാണിച്ചു തരാം. എടാ വിഷ്ണു, ദേവഗൃഹത്തിലെ പെൺകുട്ടിയുടെ മാനം കാക്കാൻ അവളുടെ കാമുകൻ ആ പന്ന കഴിവരുടെ മുമ്പ് വരുമെന്ന് നോക്കാം. എന്തായി കാണിക്കുന്നേ? നിങ്ങളുടെ ദുഷ്ടത്തിന് മുഴുവൻ ഈശ്വരൻ കാണുന്നത് കൊണ്ടുപോയി പൂട്ടിയില്ല എല്ലാത്തിലും. എളുപ്പത്തിലൊന്നും നിനക്ക് ഞങ്ങളുടെ കണ്ണും വെട്ടിച്ച് രക്ഷപ്പെടാൻ കഴിയില്ല മോളെ. ചേർന്ന് പേടയ്ക്കാതിരി കൊച്ചേ. പൊറുക്കില്ലടാ, ഈശ്വരൻ നിങ്ങളോട് പൊറുക്കില്ല. എന്തോ കിഴവൻ വെറുതെ കിടന്ന് പൊലമ്പണ്ട. ഈശ്വരന്മാർ ഇപ്പോൾ ഞങ്ങളുടെ പക്ഷത്താ. തമ്പുരാനാവൊന്നും അറിഞ്ഞു കാണില്ല. ഭരതവർമ്മൻ തമ്പുരാൻ തിരുമനസ്സേ, തന്നെ കൊണ്ട് ഞാൻ നാശത്തിന്റെ നാരായണക്കല്ലെടുപ്പിക്കും. ഇത്രയും കാലം ഈ നിൽക്കുന്ന പെണ്ണിന്റെയും ഇവളുടെ പേരിലുള്ള ദേവഗ്രഹത്തിന്റെയും പുറത്തിലെ താൻ അഹങ്കരിച്ചത് മുഴുവൻ ഇവളെ ഞാൻ വിഷ്ണുവിനെ കൊണ്ട് താലി കെട്ടിക്കും. വിഷ്ണു,
രാജദേവ, എതിർക്കാൻ കഴിയുമെങ്കിൽ എതിർത്തു നോക്ക്. വേണ്ട, നീ ഇവിടെ തന്നെ നിന്നാ മതി. മോനെ, എല്ലാം നഷ്ടമായി എന്ന് കരുതരുത്. വേട്ടയാടിയും ചതിച്ചും രാജദേവർമ്മൻ കൊയ്തുകൂട്ടിയ സമ്പാദ്യങ്ങൾ മുഴുവനും ഞാൻ തമ്പുരാന്റെ പേരിൽ തിരിച്ചെഴുതിപ്പിച്ചു കഴിഞ്ഞു. ഇതാ അതിന്റെ എല്ലാ രേഖകളും. വേണ്ട, ഇനി ദത്തനായി ഇതിനൊക്കെയോ അവകാശി. കുറച്ചു മുമ്പ് അവസാനത്തെ ആഗ്രഹം പോലെ അങ്ങ് പറഞ്ഞത് ഞാൻ മറഞ്ഞെന്ന് കേട്ടു. തമ്പുരാട്ടിയുടെ ചിതാഭസ്മം ഈ കൈ കൊണ്ട് ഒഴുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ നിമിഷം ഞാൻ മരിക്കാൻ തയ്യാറാണെന്ന്. ആദ്യം ചിതാഭസ്മം കടലിൽ ഒഴുക്കുക, പക്ഷെ മരിക്കാൻ ഞാൻ അനുവദിക്കില്ല. ധൈര്യമായിട്ട് പോകാം. ഒരു നിഴൽ പോലെ ഞാനും ഉണ്ടാകും ഒപ്പം.
Oh!